പല സന്ദർഭത്തിലും ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും കിട്ടും, എനിക്കും കിട്ടുമെന്നുള്ളൊരു ധാരണയിൽ ഇതിനെ സമീപിക്കുന്നവരുണ്ട്. അതെ, അങ്ങനെയുള്ളവരുടെ മേലല്ല ഇത് പകരപ്പെടുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നതോടൊന്നിച്ച് തന്നെ അവർ അതിൻ്റെ മുൻപിൽ വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വേണ്ടി അവരതിനൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതെ, ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഒരുപാട് എതിർപ്പുകൾ വരുവാൻ സാധ്യതയുണ്ട്, വെല്ലുവിളികൾ വരുവാൻ സാധ്യതയുണ്ട്. അതിനെ അതിജീവിച്ച് ഒരു വില കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് കൃത്യമായിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ ടൈമിൽ ഒരു പകർച്ച ഇവരുടെ മേൽ വന്നു വീഴുന്നത്. Welcome to Pastor Tinu George Spiritual Talk Podcast video. 100% അത് ദൈവികമായൊരു പദ്ധതിയാണ്, ദൈവികമായൊരു പ്ലാനാണ്. അതിൽ ഒന്നാമത് നമുക്ക് പാസ്റ്റർ എൻ്റെ ഒരു അനുഭവത്തിൽ വേണ്ടത് ആ ഒരു തേഴ്സ്റ്റ് ആൻഡ് ഹങ്കറാണ്. രണ്ടാമത് ആ കോളിംഗ്, കൃത്യമായ ആ ദൈവിക വിളി. മൂന്നാമത് റൈറ്റ് അസോസിയേഷൻ ആൻഡ് ദ റൈറ്റ് കണക്ഷൻ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അഭിഷേകത്തോടും ആത്മീക ശുശ്രൂഷയോടും കാണിക്കുന്നതായ ആ റെസ്പെക്ട്, ആ ഓണർ, ആ റെസ്പെക്ട്, ആ ഓണർ. ഇതെല്ലാം തന്നെ നമ്മിലേക്ക് ആ ഇംപാർട്ടേഷൻ, ആത്മപകർച്ച വരുന്നതിന് കാരണമായി തീരും. കേവലം അപ്പോൾ ഒരു അടുത്തു വന്നൊരു കൈവച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അത് അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത്. Spiritual Talk with Pastor Tinu George. പഴയ നിയമത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ സംഭവങ്ങൾ കൂടെ നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി പങ്കുവയ്ക്കാം. പാസ്റ്റർക്ക് പുതിയ നിയമത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാം. പക്ഷേ ഞാൻ പഴയ നിയമത്തിൽ പറഞ്ഞു, വിതൗട്ട് എലി there is no Samuel. Yes. Without Moses there is not Joshua. Without the King David there is not 400 mighty warriors. No. Without Elijah there is not Elisha. Without the anointed one Jesus there is not 12 disciples. Amen. Amen. Without Paul the apostle there is no Timothy. Amen. Without Ananias there is no Paul. വാ. അപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു എന്ന അഭിഷിക്തനില്ലാതെ 12 അഭിഷിക്തന്മാരുണ്ടാകുന്നില്ല. ഇല്ല. മനസ്സിലാകുന്നു? ഇതിനകത്ത് യേശു കർത്താവ് ഒരു മരിച്ച ഒരാളിനെ ഉയർപ്പിക്കുന്ന സമയത്ത് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ അകത്ത് കയറ്റി. ബാക്കി എല്ലാവരെയും പുറത്തിറക്കി. എല്ലാവരെയും വെളിയിറങ്ങി പോകാൻ പറഞ്ഞു. കരയുന്നവരെയും വിലപിക്കുന്നവരെല്ലാം പുറത്താക്കി കഥ അടച്ചു. എന്നിട്ടാണ് ആ കുഞ്ഞിനെ, ആ ബാലകയെ, 12 വയസ്സുള്ള കൊച്ചിനെ യേശു കർത്താവ് ഉയർപ്പിക്കുന്നത്. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. പത്രോസിൻ്റെ മേലിൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസിൻ്റെ കാലഘട്ടം വന്നു. ആ സമയത്ത് തബീത എന്ന് പറയുന്ന ഒരു പെൺകൊച്ചിനെ, യോപ്പയിൽ തബീത എന്ന് പറയുന്ന ഒരു പെൺകൊച്ചിനെ ഉയർപ്പിക്കുവാൻ, ആ കുട്ടി മരിച്ചുപോയി. ആ മരണവാർത്ത അറിഞ്ഞ് പത്രോസ് ആ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് ആദ്യം ചെയ്ത് എന്നാണെന്നറിയോ? അകത്ത് നിൽക്കുന്നവരെ മുഴുവൻ പുറത്തിറക്കി. ഇതെവിടുന്ന് പഠിച്ചത്? അകത്ത് നിൽക്കുന്നവരെ മുഴുവൻ പുറത്തിറക്കി. എന്നിട്ട് കഥ കടച്ചു. എന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ മരിച്ച ഒരാളിനെ ഉയർപ്പിച്ച ഒരു അഭിഷിക്തൻ്റെ കൂടെ നിന്ന ഈ ദൈവമനുഷ്യൻ, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ കൂടെ നിന്ന, ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന ഈ അപ്പോസ്തലൻ മരിച്ച ഒരാളിനെ ഉയർപ്പിക്കുന്ന സാഹചര്യം, ഉയർപ്പിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ആ അഭിഷിക്തൻ്റെ ഒപ്പം നിന്ന്, ആ ദൈവപുത്രൻ്റെ ഒപ്പം നിന്ന് താൻ എന്ത് കണ്ട് കേട്ട് പഠിച്ചോ അതിവിടെ ആവർത്തിക്കപ്പെടുകയാണ്. അതെ, അതൊരു ഈ റൈറ്റ് അസോസിയേഷൻ, ഈ റൈറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് മിനിസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാസ്റ്റർ. ആമേൻ. പലരുടെയും ശുശ്രൂഷയിൽ അവർ ഡൗൺ ആയിപ്പോയത്, ഡള്ളായിപ്പോയത്, തകർന്നു പോയത് റോങ് കണക്ഷനിലും റോങ് അസോസിയേഷനിലും അവർ പെട്ടുപോയതുകൊണ്ടാണ്. അഭിഷേകത്തിന് വിരോധമായി സംസാരിക്കുന്നവർ, അവിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ശുശ്രൂഷയിൽ ഒരു പുരോഗതിയും ഇല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അഭിഷേകത്തിൻ്റെ പകർച്ച ഉണ്ടാകുന്നത്? അതെ, ഈ വ്യക്തി വഹിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ യൗവനക്കാരൻ്റെ മേൽ പകരപ്പെടുന്നത്. അതെ, അതിന് പകരമായിട്ട് റൈറ്റ് അസോസിയേഷനിലേക്ക് വരിക, റൈറ്റ് കണക്ഷൻ ഉണ്ടാകുക, അത് നമ്മുടെ മേലിൽ ഇമ്പാർട്ടേഷൻ വരുന്നതിന് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഒന്ന്, പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ എന്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയൂ. നമ്മളെന്ത് വിശ്വസിക്കുന്നു, നമ്മളെന്ത് വായ കൊണ്ട് വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നു, അത് മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ വിളി മനസ്സിലാക്കി. ഇപ്പോൾ ഒരു അപ്പോസ്റ്റോലിക് കോളിങ്ങിൽ നിൽക്കുന്ന ഒരു ദൈവമനുഷ്യൻ,
അപ്പോസ്തോലികമായ ഒരു വിളിയിൽ നിൽക്കുന്ന ഒരു ദൈവ മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അപ്പോസ്തോലിക് മാൻറ്റിൽ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കവറിങ്ങിനകത്ത് നിൽക്കുന്ന, ആ ഒരു അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ്റെ മേളിൽ കിടക്കുന്ന ദൈവകൃപ ഡബിളാവും. കാരണം അഭിഷേകത്തിൻ്റെ പ്രത്യേകത, ആ പകർച്ചയുടെ പ്രത്യേകത ഇപ്പോൾ ഇരട്ടി പങ്കാണ്, ഡബിൾ പോർഷനായിട്ടാണ് കടന്നു വരുന്നത്. ഒരു പ്രൊഫറ്റിക് കോളിങ്ങിൽ നിൽക്കുന്ന അപ്പോസ്തോലിക് ഈസ് എ 5-fold മിനിസ്ട്രി. ഈ 5 ശുശ്രൂഷകൾ, 5 ഓഫീസുകളും ഒരുപോലെ, പ്രൊഫറ്റിക് ഉൾപ്പെടെയുള്ള 5 ഓഫീസുകളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പോസ്തോലിക് മിനിസ്ട്രി. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പൗലോസിൻ്റെ ശുശ്രൂഷ നോക്കിയാൽ മതി, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ നോക്കിയാൽ മതി. എന്നാൽ ഒരു പ്രവാചക വിളിയുള്ള, ഒരു പ്രൊഫറ്റിക് കോളിംഗ് ഉള്ള ഒരു ദൈവമനുഷ്യൻ, ഒരു ശുശ്രൂഷകൻ, ഒരു പ്രൊഫറ്റിൻ്റെ കൂടെ അദ്ദേഹത്തെ ഒരു പിതൃതുല്യനായ ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം, അതെല്ലാം സ്പിരിറ്റ് റീഡിങ്ങിലും നിയോഗത്തിലും ചെയ്യുന്നത്, ബുദ്ധിയിൽ നിൽക്കരുത്. ഞാനത് സ്നേഹത്തോടെ നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യമാണ്. ഈ അന്നേരം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ആ ഒരു പ്രവണത, അതൊരു നല്ല കാര്യമല്ല. ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ നമുക്ക് നിൽക്കാൻ കഴിയണം. നമ്മുടെ എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നമുക്ക് ആ അഭിഷേകം, അതിനെ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദേവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു, അഭിഷേകത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവർ. അഭിഷേകത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, അഭിഷേകത്തെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ. അത് വേറൊരു മേഖലയാണ്. അതെ, അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം കിട്ടണം, അല്ലെങ്കിൽ ഈ ഒരു പകർച്ച ഉണ്ടാകണം. യാക്കോബ് അനുഗ്രഹിക്കപ്പെടാനായിട്ട് കള്ളത്തരം കാണിച്ചതുപോലെ അവർക്ക് എങ്ങനെയെങ്കിലും ഇത് പിടിച്ചുകൊണ്ട് പോകണം, എന്നിട്ട് അവർക്ക് വേറൊരു പരിപാടി തുടങ്ങണം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്നവരാ. ഇതെല്ലാം റോങ് ഇൻറ്റൻഷനാണ് പാസ്റ്റർ. സ്വന്തം രാജ്യം പണിയാൻ വേണ്ടി. ദൈവം എപ്പോഴും റൈറ്റ് ഇൻറ്റൻഷനെ മാത്രമേ ഓണർ ചെയ്യത്തുള്ളൂ. കാരണം ഇതൊന്നും മനുഷ്യൻ ചെയ്യുന്നതല്ല. നിങ്ങൾ ചിന്തിക്കരുത് ഇതൊരു മനുഷ്യൻ കൊടുക്കുന്നതാണ്, ഇതൊരു മനുഷ്യൻ തരുന്നതാണെന്ന്. ആ മനുഷ്യനിലാണ് ദൈവം ഇത് നിക്ഷേപിച്ചിരിക്കുന്നതെങ്കിലും മോശയുടെ മേളിലുള്ള ആത്മാവിനെ എടുത്ത് 70 പേരിലേക്ക് പകർന്നു കൊടുത്തത് ദൈവമാണ്. കറക്റ്റ്. ആ പകർച്ച അവരിലേക്ക് അയച്ചത് ദൈവമാണ്. കാരണം ഹൃദയങ്ങളെ ദൈവം ശോധന ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ട് പാസ്റ്റർ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. അവിടെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും ടിനു പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഒരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് സമയം ദൈവവചനം ശുശ്രൂഷിച്ചു. ആ ഹാളിൽ വെച്ചിട്ട് ശുശ്രൂഷ നിൽക്കുന്നവരെല്ലാവരും മുന്നിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ എല്ലാവർക്കും വേണ്ടി കൈവച്ച് ദൈവം തന്ന നിയോഗത്തിനൊത്തവണ്ണം ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? ഒരു 10-200 പേരോളം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. ഇനി ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? ആരെയും ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് വൈകിട്ടൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം ഞാൻ ഈ പാസ്റ്ററെ കണ്ടപ്പോൾ ഈ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ ഇന്നലത്തെ മീറ്റിംഗ് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. ഒത്തിരി പേര് പുതുതായിട്ട് അഭിഷേകത്തിൽ കർത്താവ് അവരെ നിറച്ചു, അന്യഭാഷ പറഞ്ഞു. ഒത്തിരി പേർക്ക് ഒരു ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ടച്ച് ഉണ്ടായി. പക്ഷെ ഒരാൾക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വിട്ടു എന്ന് പറഞ്ഞു. ഞാൻ ഈ പാസ്റ്ററോട് ചോദിച്ചു, അതെന്നാ പറ്റി? ഒരാളെ പാസ്റ്റർ മിസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്റർ, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചെന്ന് എൻ്റെ ചിന്ത. പാസ്റ്റർ പുള്ളിയുടെ മേളിൽ കൈവച്ചില്ല, കോമൺ ആയിട്ട് അടുത്ത് നിന്നാക്കൊണ്ട് പ്രാർത്ഥിച്ചു. എങ്ങനെയോ പുള്ളി മിസ്സായിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെരി സോറി പാസ്റ്റർ, ഞാൻ അടുത്ത ദിവസം പുള്ളി അടുത്ത മീറ്റിങ്ങിനൊന്ന് വരാൻ പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം. പുള്ളി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയുന്നത് പ്രശ്നമൊന്നുമില്ല പാസ്റ്റർ, പുള്ളിക്കത് വീണ്ടും കുറച്ചുകൂടെ നീരസമായി. ഞാൻ ചോദിച്ചാൽ അതെന്ത് പറ്റി? അല്ല, ഒന്നാമത് പാസ്റ്റർ ഈ മീറ്റിങ്ങിന് പാസ്റ്റർ ഇവിടെ ക്ഷണിച്ചതിനും പാസ്റ്റർ ഇവിടെ വരുന്നതിനും എൻ്റെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് ആ വ്യക്തിയാണ്. പാസ്റ്ററെ ഇവിടെ വിളിച്ചതിനും പാസ്റ്റർ ഈ ശുശ്രൂഷയിലേക്ക് പാസ്റ്റർ ഇൻവൈറ്റ് ചെയ്തതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് ആ വ്യക്തിയാണ്. രണ്ടാമതായിട്ട് പാസ്റ്റർ ഇവിടെ ഒന്ന് ശുശ്രൂഷിച്ച് വചനമൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി. പുള്ളിക്കാരൻ ഈ ദൈവത്തിൻ്റെ പ്രവർത്തികൾ കണ്ട് പുള്ളി ബ്ലെസ്ഡായി. പക്ഷേ എവിടെയോ പാസ്റ്ററിൽ നിന്ന് പുള്ളിക്ക് ആ ഇമ്പാർട്ടേഷൻ കിട്ടിയില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലത്, ഒരു കാരണവശാലും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഇതെല്ലാം പാസ്റ്റർ ചെയ്യുന്നത്, ഇതെല്ലാം തീരുമാനിക്കുന്നത്, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവ പാസ്റ്റർ. നമ്മൾ ഫ്രണ്ടിൽ വന്ന് കൈയും പിടിച്ച് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്നും, നമ്മൾ എന്തിനാണ് ഈ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്നും, നമ്മൾ എന്തിനാണ് ഈ കൈപൊക്കി പിടിച്ചതെന്നും, നമ്മൾ എന്തിനാണ് ഒരു സ്തോത്രം പറയുന്നതെന്നും, നമ്മൾ എന്തിനാണ് ആ വ്യക്തിക്ക് കൈ കൊടുത്തതെന്നും ആ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തിനറിയാം. ആ
ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കമാണെങ്കിൽ, പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ വളരെ തേസ്റ്റോടെ, ഹങ്കറോടെ, റെസ്പെക്റ്റോടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട പാസ്റ്റർ, ദൈവത്തിൻ്റെ ആത്മാവിനെ ചുക്കായി ആ മനുഷ്യന്റെ മേളിൽ പകരാനായിട്ട് ഇടയാവും. അപ്പം അതിന് ഒരു വില കൊടുക്കുവാൻ ആ വ്യക്തി തയ്യാറാകണം. അതെ, പല സന്ദർഭത്തിലും ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും കിട്ടും എനിക്കും കിട്ടുമെന്നുള്ളൊരു ധാരണയിൽ ഇതിനെ സമീപിക്കുന്നവരുണ്ട്. അതെ, അങ്ങനെയുള്ളവരുടെ മേലല്ല ഇത് പകരപ്പെടുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നതോടൊന്നിച്ച് തന്നെ അവർ അതിൻ്റെ മുൻപിൽ വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വേണ്ടി അവരതിനൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതെ, ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഒരുപാട് എതിർപ്പുകൾ വരുവാൻ സാധ്യതയുണ്ട്, വെല്ലുവിളികൾ വരുവാൻ സാധ്യതയുണ്ട്. അതിനെ അതിജീവിച്ച് ഒരു വില കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് കൃത്യമായിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ ടൈമിൽ ഒരു പകർച്ച ഇവരുടെ മേൽ വന്നു വീഴുന്നത്. 100% അത് ദൈവികമായൊരു പദ്ധതിയാണ്, ദൈവികമായൊരു പ്ലാനാണ്. അതിൽ ഒന്നാമത് നമുക്ക് ഭാഷ എൻ്റെ ഒരു അനുഭവത്തിൽ വേണ്ടത് ആ ഒരു തേഴ്സ്റ്റ് ആൻഡ് ഹങ്കറാണ്. രണ്ടാമത് ആ കോളിംഗ്, കൃത്യമായ ആ ദൈവിക വിളി. മൂന്നാമത് റൈറ്റ് അസോസിയേഷൻ ആൻഡ് ദ റൈറ്റ് കണക്ഷൻ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അഭിഷേകത്തോടും ആത്മീക ശുശ്രൂഷയോടും കാണിക്കുന്നതായ ആ റെസ്പെക്റ്റ്, ആ ഓണർ, ആ റെസ്പെക്റ്റ്, ആ ഓണർ. ഇതെല്ലാം തന്നെ നമ്മിലേക്ക് ആ ഇംപാർട്ടേഷൻ, ആത്മപകർച്ച വരുന്നതിന് കാരണമായി തീരും. കേവലം അപ്പോൾ ഒരു അടുത്തു വന്നൊരു കൈവച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അത് അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത്, ഒരു വ്യക്തിയിലേക്ക് ആ പകർച്ച സംഭവിക്കുന്നത്. തിമോത്തിയോസും പൗലോസുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിൻ്റെ കൂടെ തിമോത്തിയോസ് നടക്കുന്ന ആദ്യ സമയങ്ങളെന്ന് പറയുന്നത് ശുശ്രൂഷകനായിട്ട് പൗലോസിനെ ശുശ്രൂഷിക്കുന്ന, പൗലോസിനെ സഹായിക്കുന്ന ഒരു സഹായിയായിട്ടാണ് തിമോത്തിയോസ് നടക്കുന്നത്. പിന്നീടാണ് പടിപടിയായിട്ട് തിമോത്തിയോസ് ശുശ്രൂഷയിൽ വളർന്നു വരുന്നത്. പൗലോസിൻ്റെ മേൽ നിന്നൊരു പകർച്ച, പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ കൈവപ്പിനാൽ എന്ന് മാത്രമല്ല, ഒന്നാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട്, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്റെ മേൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു വ്യക്തിയെ അടുത്ത തൻ്റെ ദൗത്യത്തിന് വേണ്ടി സജ്ജമാക്കുന്നത്. പാസ്റ്റർ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ പഴയ നിയമത്തിലെ ഒത്തിരി സംഭവങ്ങൾ വിവരിച്ചു, ഇമ്പാർട്ടേഷനെ ഉറപ്പിക്കുന്ന, പകർച്ചയെ ഉറപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. പുതിയ നിയമത്തിലെ സംഭവങ്ങൾ വളരെ വ്യക്തമാകുന്നുവല്ലോ. യേശുവിൽ നിന്ന് ശിഷ്യന്മാരുടെ മേൽ പകരപ്പെടുന്നു, അപ്പോസ്തലന്മാരിൽ നിന്ന് അടുത്ത തലമുറയുടെ മേൽ പകരപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എന്നാൽ ഇനി നമുക്ക് നമ്മുടെ ഈ തലമുറയിലേക്ക് വരാം. നമ്മുടെ ഈ ജനറേഷനിലേക്ക് പാസ്റ്റർ ടിനു ജോർജ് അവറുകളുടെ മേൽ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള പകർച്ചകളുണ്ട്, ഇത്തരത്തിലുള്ള അസാധാരണമാകുന്ന കൂട്ടിമുട്ടലുകളുണ്ട്. പാസ്റ്റർ ടിനു ജോർജ് അവറുകളെ എനിക്ക് 17-ാമത്തെ വയസ്സ് മുതൽ അറിയാം. 17-ാമത്തെ വയസ്സിൽ അഞ്ചലിൽ വന്നിരിക്കുന്ന ആ സമയം മുതൽ എനിക്കറിയാം. പിന്നീട് ഓരോ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ സംഭവിക്കുമ്പോഴും ഞാൻ അവിടെ ഉണ്ട്. ആദ്യത്തെ മീറ്റിംഗ് ഇനാഗുറേറ്റ് ചെയ്യുവാൻ വേണ്ടി കൊട്ടാരക്കരയിൽ മലങ്കര ഓഡിറ്റോറിയത്തിൽ, അന്ന് കോളേജ് വിദ്യാർത്ഥിയെ പോലെ, അല്ലെങ്കിൽ ഒരു കണ്ടാലെന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയെ പോലെ തോന്നും. ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ വീട്ടിൽ നടന്ന പ്രാർത്ഥന, വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന, വീട്ടിൽ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജ് വിദ്യാർത്ഥിയുടെ ശുശ്രൂഷയിൽ ആളുകൾ വിടുവിക്കപ്പെടുന്നു. ആ പ്രാർത്ഥനയെ മലങ്കര ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയപ്പോൾ ഒന്നാമത്തെ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുവാൻ ഞാൻ അവിടെ കടന്നു വരികയുണ്ടായി. അതിനുശേഷമുള്ള എല്ലാ പുരോഗതിയിലും ഉണ്ട്, എല്ലാ പ്രധാനപ്പെട്ട പുരോഗതിയിലും എനിക്ക് കടന്നു വരുവാനുള്ള ഒരു വലിയ അവസരം കർത്താവ് എനിക്ക് നൽകി തന്നു. ഇനി വിവാഹ ശുശ്രൂഷയിൽ അന്ന് അധ്യക്ഷനാകുവാനുള്ള അവസരം നൽകി തന്നു. അങ്ങനെ ടിനു പാസ്റ്ററുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് വഴിത്തിരിവുകളിൽ കൂടെ നിൽക്കുവാനുള്ള ഒരവസരം കർത്താവ് എനിക്ക് നൽകി തന്നു. അതിനാൽ ഈ പകർച്ചകൾ സംഭവിച്ച ഓരോരോ കാര്യങ്ങൾ, ഞാനത് ഓരോന്ന് കേൾക്കുമ്പോഴും അതിൻ്റെ ഫോട്ടോസ് കാണുമ്പോഴും എൻ്റെ ഹൃദയം തുടിക്കുമായിരുന്നു, സന്തോഷം കൊണ്ട് തുടിക്കുമായിരുന്നു. കാരണം എനിക്കറിയാം, ഇപ്പം ചരിത്രം എടുക്കുകയാണെങ്കിൽ 1800കളുടെ അവസാന ഭാഗത്ത് ദൈവം പ്രയോജനപ്പെടുത്തിയ ഒരു ദൈവദാസിയാണ് മരിയ വുഡ്വർത്ത് എറ്റർ എന്ന് പറയുന്ന ദൈവദാസി. അതിശക്തമായി ദൈവം ഉപയോഗിച്ചു, രോഗശാന്തി ശുശ്രൂഷയിൽ ഉപയോഗിച്ചൊരു ദൈവദാസിയാണ്. ആ ദൈവദാസിയുടെ മേലുണ്ടായിരുന്ന മാന്റിലാണ് അടുത്ത തലമുറയിൽ കർത്താവിൻ്റെ ദാസി എയ്മി മക്ഫോസനിലേക്ക് പകരപ്പെടുകയുണ്ടായത്. 4 സ്ക്വയർ ചർച്ച് സ്ഥാപിച്ച അഭിഷക്ത.
അമേരിക്കയെ ഇളക്കി മറിച്ച ഒരു അഭിഷക്തിയായിരുന്നു എയ്മി മക്ഫേഴ്സൺ എന്ന് പറയുന്ന ദൈവദാസി. അവിടെ നിന്നാണ്, ആ ദൈവദാസിയിൽ നിന്നാണ് ആ മാൻഡിൽ കർത്താവിൻ്റെ ദാസി കാതറിൻ കുഹൽമാൻ്റെ കയ്യിലെത്തിയത്. അതൊരു പകർച്ചയാണ്. ഇനിയും ഇന്നത്തെ ചരിത്രം, കാതറിൻ കുഹൽമാൻ അവരുടെ മേൽ നിന്നാണ് ആ മാൻഡിൽ പാസ്റ്റർ ബെന്നിഹിൻ്റെ മേൽ വീണത്. പകർച്ച യാഥാർത്ഥ്യമാണോ? നമ്മുടെ തലമുറയിലെ യാഥാർത്ഥ്യമാണോ? ഈ ചരിത്ര സംഭവങ്ങളെല്ലാം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. പകർച്ചകൾ യാഥാർത്ഥ്യമാണ്. പാസ്റ്റർക്ക് ഇതേപോലെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാരുമായിട്ട് ഒരുമിച്ച് സഹകരിക്കുവാനും അവരിൽ നിന്ന് ഒരു മാൻഡിലിനെ സ്വീകരിക്കുവാനും കഴിഞ്ഞ സംഭവങ്ങളുടെ പരമ്പരകൾ പാസ്റ്റർ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങളോട് എല്ലാവരോടും ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് പ്രേക്ഷകർ വളരെ കൊതിയോടുകൂടെ കാത്തിരിക്കുകയാണ്. ആ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കുമോ? പക്ഷേ എല്ലാ മഹത്വവും എല്ലാ പൂഴ്ചയും ഞാൻ കർത്താവിന് കൊടുക്കുകയാണ്. ആമേൻ. സകലത്തിനും കാരണഭൂതനായത് സർവശക്തനായ ദൈവമാണ്. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു യാഥാസ്ഥിതികമായ സാമുദായ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിച്ച് എൻ്റെ ആ വിശ്വാസത്തിൻ്റെ ചുവടുകൾ കർത്താവ് എന്നെ കൈപിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു കാലഘട്ടം മുതലേ എൻ്റെ കൊതിയും എൻ്റെ ആഗ്രഹവും എൻ്റെ വാഞ്ചയും എല്ലാം പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും അഭിഷേകത്തോടുമായിരുന്നു. ഇപ്പോഴും പാസ്റ്റർ എൻ്റെ ഹൃദയം അതിനുവേണ്ടി തുടിക്കുന്നു. ഇപ്പോഴും ആ കൊതി എന്നിൽ നിലനിൽക്കുന്നു. മറ്റൊന്നിനോടും ഈ ലോകത്തിലെ മറ്റൊരു കാര്യത്തോടും എനിക്ക് അത്രയും ഒരു ആഗ്രഹമോ ചിന്തയോ എനിക്കുണ്ടായിട്ടില്ല. അന്ന് ഞാൻ ഓർക്കുന്നു, ആ പ്രായത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ പകർച്ച എന്നിൽ ഉണ്ടാകുവാൻ, ദൈവശക്തി എന്നിലേക്ക് വരുവാൻ ഞാൻ കൊതിയോടെ ആഗ്രഹത്തോടെ 40 days 40 ദിവസം പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ തീരുമാനിച്ചു. എത്ര വയസ്സുള്ളപ്പോഴാണ്? 17 വയസ്സ് കഴിഞ്ഞു. അടിവരയിടേണ്ട ഒരു കാര്യമാണ്. 17-ാമത്തെ വയസ്സ്. എനിക്ക് തോന്നുന്നു 17-18 വയസ്സിലൊക്കെ വർഷത്തിലൊരു 2 തവണയൊക്കെ 40 days ഒക്കെ ഫാസ്റ്റ് ചെയ്യാൻ ആ സമയങ്ങളിലൊക്കെ ദൈവം അത് കഴിഞ്ഞും കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം പറയേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ ബലപ്പെടുത്തി. നമ്മൾ ഏതാണ്ട് വലിയ ഉപവസിച്ചുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ആണ് നമ്മളിലേക്ക് ദൈവം ഇത് പകർന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ അതിനൊരു വലിയ തേഴ്സ്റ്റ്, ഒരു വലിയൊരു ആഗ്രഹം, ഒരു വലിയ വാഞ്ച എൻ്റെ അകത്തുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. എൻ്റെ മേലിൽ കർത്താവെ നിൻ്റെ ആത്മാവിനെ പകരണം. എനിക്ക് ഒത്തിരി ജീവിതം തകർന്നവരെ വിടുവിക്കണം. ഒത്തിരി തകർന്ന ചെറുപ്പക്കാരെ നിന്നിലേക്ക് നയിക്കണം. ഞാൻ അനുഭവിച്ച രക്ഷയുടെ സന്തോഷം എല്ലാവരും അനുഭവിക്കണം. എന്നെ വിടുവിച്ച കർത്താവ് എല്ലാവരെയും വിടുവിക്കണം. ആ ഒരു വലിയ ആഗ്രഹം എൻ്റെ അകത്ത് വന്നു. അങ്ങനെ പക്ഷേ ഞാൻ ഈ ഫാസ്റ്റിങ് 40 days അന്നിരുന്നു. 3 നേരത്തിന് 4 നേരം കഴിച്ച് നടക്കുന്ന ഒരു പ്രായവും സമയമാണ്. അതെ. ഞാൻ ദിവസത്തിൽ ഉപവസിക്കാനും വെള്ളം മാത്രം കുടിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിനകത്ത് കോളേജ് സ്റ്റുഡൻസിൻ്റെ, യൂത്തിൻ്റെ, യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി കൊതിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെ അകത്ത് ഈ ആഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഫാസ്റ്റിങ്ങിൻ്റെ 17-ാം ദിവസം, എൻ്റെ ആ ഉപവാസത്തിൻ്റെ 17-ാം ദിവസത്തിൽ ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്നു, അഞ്ചലിൽ നടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. അതിന് മുൻപ് ഈ ഷാജി വർഗീസ് എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്. പുള്ളിക്കാരൻ ഈ മിൽമയിലാണ്, നമ്മുടെ മിൽമ പാലുണ്ടല്ലോ, അതിനകത്ത് വർക്ക് ചെയ്യുന്ന സഹോദരനാണ്. അദ്ദേഹത്തിന് ഈ മണക്കാലയിൽ ഒരു ഷാരോൻ്റെ വിശ്വാസിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു ഷായിച്ചാൻ്റെ അവിടെ. ഷായിച്ചാൻ മിക്ക ദിവസങ്ങളിലും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇടയ്ക്ക് പ്രാർത്ഥന നടത്തുമായിരുന്നു. ഞങ്ങൾ വിളിക്കുമായിരുന്നു. അധികം കുറച്ച് പേരേ ഉള്ളൂ, 10-25 പേരേ ഉള്ളൂ. അപ്പം ഒരു ദിവസം പരിശുദ്ധാത്മാവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഷായിച്ചാൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചു ഇരുന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ ഒരു കാത്തിരിപ്പ് യോഗം പോലെ ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഭൂരിഭാഗം ആളുകൾക്ക് അന്യഭാഷ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് വൈകിട്ടത്തെ ആ മീറ്റിങ്ങിലാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ വരുന്നതും അഭിഷേകം പ്രാപിച്ചുകൊണ്ട് അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഈ എൻ്റെ അമ്മ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന് മുന്നമേ തന്നെ ഉപവസിക്കുമായിരുന്നു. അതിന് ഉപവസിക്കുമായിരുന്നു. ഇതിന് ഇപ്പം ഈ ഫാസ്റ്റിംഗ് ഇരിക്കുന്നത്
കൂടുതൽ ദൈവകൃപയിൽ നിറയുവാൻ വേണ്ടിയിട്ടാണ്. 17 വയസ്സുകാരനായി എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും തന്നെയില്ല. വേറെ ഒരു ഇൻറ്റൻഷൻ, കടഭാരമില്ല, രോഗമില്ല, പ്രശ്നങ്ങളില്ല. അങ്ങനെയുള്ള വേറെ ഒരു പ്രെയർ സബ്ജക്റ്റുകളില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോൾ അന്ന് കൂടിയിരുന്ന പ്രാർത്ഥനയിൽ വന്നവരും എൻ്റെ മദർ, എല്ലാത്തിനും സാക്ഷി എൻ്റെ അമ്മയാണ്. എൻ്റെ ബിഗിനിങ് ടൈം മുതൽ എൻ്റെ മദറും എൻ്റെ ഫാദറുമാണ്. അപ്പോൾ പിന്നെ എൻ്റെ സഹോദരങ്ങളും. അപ്പോൾ എൻ്റെ മദർ പറയുകയാണ്, അല്ലെങ്കിൽ കൂടി വന്നിട്ട് പറയുകയാണ്, ഞാൻ ആ കോർണറിലിരുന്ന പ്രാർത്ഥിച്ച് ദൈവശക്തി എന്നിൽ വന്നിട്ട്, പക്ഷേ ഞാനങ്ങ് കുറച്ച് ദൂരം അങ്ങ് ഇങ്ങനെ പറയിലിരുന്ന് ആത്മാവിൽ ആരാധിച്ച് ദൈവം ഒരു പന്ത് കുതിക്കുന്ന പോലെ ആത്മശക്തി എന്നിൽ വന്ന് ഞാനിങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി അന്യഭാഷ പറഞ്ഞു. അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റെയ്നാർഡ് ബോങ്കയുടെ ഈ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ, ഈ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ, ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോങ്കയുടെ അഗ്നിയാലുള്ള സുവിശേഷീകരണം എന്നൊരു പുസ്തകം എനിക്ക് കിട്ടി. ഓക്കെ. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നൊരു വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അത് ബോങ്കെ ക്രൈസ്റ്റ് ഫോർ ഓൾ നേഷൻ അവരെല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു പുസ്തകമാണ്. ഇവാഞ്ചലിസം ബൈ ഫയർ എന്നുള്ള ഒരു പുസ്തകം. എൻ്റെ നടുക്ക് കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ പടങ്ങളൊക്കെ കണ്ടപ്പോൾ റെയ്നാർഡ് ബോങ്കയുടെ മീറ്റിങ്ങിൽ 3 ലക്ഷം പേര്, 30,000 പേര്, 4 ലക്ഷം പേര് കൂടിയതിൻ്റെ റിപ്പോർട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനൊക്കെ ആ പുസ്തകം വളരെ ഇൻട്രസ്റ്റോടെ ഞാൻ വായിച്ചു. ആ ഫാസ്റ്റിങ്ങിൻ്റെ തുടക്കത്തിലാണ് ഫാസ്റ്റ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം അഗ്നിയാലുള്ള അഭിഷേകം എന്നുള്ള വിഷയത്തിന് ഭയങ്കര പ്രാധാന്യത കൊടുത്തുകൊണ്ട് ഒത്തിരി പേർ രക്ഷിക്കപ്പെട്ടതും മന്ത്രവാദികൾ വിടിവിക്കപ്പെട്ടതും ആഫ്രിക്ക എന്ന രാജ്യത്തെ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തൊട്ടതും ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് വേറെ എൻ്റെ അറിവുകളൊന്നുമില്ല. പരിശുദ്ധാത്മാവേ, ഇങ്ങനൊരു അഗ്നി അഭിഷേകമുണ്ടെങ്കിൽ, ഇങ്ങനെ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ ഉണ്ടെങ്കിൽ, തീയായി ശിംശോൻ്റെ മേളിൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നു. തീ പോലെ മോശ തീയുടെ നടുവിൽ നിന്ന് ദൈവശബ്ദം കേട്ടു. അപ്പോസ്തലന്മാരുടെ മേളിൽ പിളർന്ന അഗ്നിനാവുകൾ പ്രത്യക്ഷമായി. ഇങ്ങനെ എനിക്കറിയാവുന്ന പോലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, നിൻ്റെ ദാസനായ റെയ്നാർഡ് ബോങ്കയുടെ മേളിൽ നീ അഗ്നിയുടെ അഭിഷേകം പകർന്നു. ആഫ്രിക്ക എന്ന രാജ്യത്തെ ആ മനുഷ്യൻ സുവിശേഷീകരിച്ചു. കർത്താവേ, എനിക്കും ഇത് വേണം, എനിക്കും അഗ്നിയുടെ അഭിഷേകം വേണം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഫാസ്റ്റിങ്ങിൻ്റെ 17ാമത്തെ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് സഹോദരന്മാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അഞ്ചലിലൊരു പ്രയർ നടക്കുന്നുണ്ട്, നമുക്കൊന്നിച്ചു പോകാം. ഇന്നവിടെ ഫിന്നി സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അരുണാചൽ പ്രദേശിൽ നിന്ന് ശുശ്രൂഷിക്കുവാനായി കടന്നു വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണ്ട് ഈ ഞാനായിരുന്ന സാമുദായിക സഭയുടെ ഈ മാരാമണ്ണൊക്കെ മീറ്റിംഗ്, അവരുടെ കൺവെൻഷൻ വരുമ്പോഴും കൊട്ടാരക്കരയ്ക്ക് വരുമ്പോഴും അതിന് ചെറിയൊരു വാക്ക്മാൻ ഉണ്ട് പാസ്റ്റർ. ഇന്ന് ഈ കാസറ്റ് ഇട്ടിട്ട് പ്രസംഗം അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന വാക്ക്മാൻ ഉണ്ട്. ഇന്നത്തെ ന്യൂജൻ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പോലും ഇല്ല, അറിയത്തില്ല, അവർ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഈ വാക്ക്മാനും ഒക്കെ എടുത്ത് പാസ്റ്ററിൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്ത് പോവുകയാണ്. എന്തെങ്കിലും ദൂതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ആ മീറ്റിങ്ങിന് വന്നിരുന്നു. എൻ്റെ പ്രാർത്ഥന മുഴുവൻ ഇതാണ്, കർത്താവേ, നിൻ്റെ ആത്മാവിൻ്റെ തീ എൻ്റെ മേൽ പകരണമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ പകരണമേ, നിൻ്റെ ശക്തി എൻ്റെ മേൽ അയക്കണമേ, എനിക്ക് ദേശത്തെ കർത്താവിന് വേണ്ടി നേടണം, എനിക്ക് സുവിശേഷം പറയണം. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഈ പ്രാർത്ഥന അവിടെ നടക്കുന്ന സമയത്ത് പാസ്റ്റർ ശുശ്രൂഷിക്കാനായിട്ട് കയറി വരികയാണ്. അപ്പം ഫിന്നി സ്റ്റീഫൻ സാമുവേൽ അരുണാചൽ പ്രദേശ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാനവിടെ വന്നത് പ്രാർത്ഥനയിൽ. പാസ്റ്റർ സ്റ്റേജിലേക്ക് അന്ന് വന്നിട്ട്, അപ്പോൾ എനിക്ക് 17 വയസ്സേ ഉള്ളൂ. സ്റ്റേജിലേക്ക് വന്നിട്ടൊരു പാട്ട് പാടി, ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. അതിൻ്റെ ഹിന്ദിയാണ് പാസ്റ്റർ പാടിയത്, ഹിന്ദി വേർഷനാണ് പാടിയത്. ഹിന്ദിയും പാടി, അത് കഴിഞ്ഞ് മലയാളം പാടി. ഇത് പാസ്റ്റർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരം എല്ലാം ഇങ്ങനെ ഷിവർ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, ബോഡിയിൽ അത് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് പാസ്റ്റർ ഇങ്ങനെ ഏലിയാവിൻ്റെയും ഏലീശായുടെയും ചരിത്രം എടുത്തു. ഇരട്ടി പങ്കിനെക്കുറിച്ച് പാസ്റ്റർ പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാവരും പുതിയൊരു അഭിഷേകത്തിൽ ആത്മാവിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പക്ഷെ ഞാനും കൂട്ടത്തിൽ കൈയടിച്ച് തുടങ്ങി, ആരാധിച്ച് തുടങ്ങി. ഇത് നിർത്താൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നെ അങ്ങ് ഈ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ആത്മപ്രവാഹമായി തീർന്നു എന്ന് പ്രവാചകനായ എസെക്കിയേൽ പറഞ്ഞതുപോലെ എനിക്കെന്നെ ഇതുവരെ ഞാൻ എന്നെ നിയന്ത്രിക്കുകയായിരുന്നു, ഇപ്പോൾ ഈ നദി എന്നെ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലായി. ഞാൻ എന്നെ നിയന്ത്രിക്കുകയല്ല, പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കുകയാണ്. എന്നെ തന്നെ വിട്ടുകൊടുത്തു. ഞാൻ ഭയങ്കരമായ ആത്മാവിൽ ഇങ്ങനെ തുള്ളിച്ചാടിയ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ പാസ്റ്റർ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ആ മെലിഞ്ഞ
ചെറുപ്പക്കാരൻ്റെ മേളിൽ അഭിഷേകത്തിൻ്റെ തീ വരുന്നു എന്ന്. പക്ഷേ ഇത്ര എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മേളിലേക്ക് അസാധാരണമായ ഒരു, നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കറണ്ടൊക്കെ അടിക്കും നമ്മളെ ഒന്നിങ്ങനെ ചുറ്റത്തില്ലേ, അതുപോലെ ദൈവശക്തി വന്ന് പിടിച്ചിട്ട് എൻ്റെ ദ ബോഡി, എൻ്റെ തല മുതൽ പാദം വരെ ചുട്ടുപൊള്ളുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ഒരു കൊല്ലിയാൻ അടിച്ചാൽ കറണ്ട് എനിക്ക് വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. ഹൗ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ്. നമുക്കൊരു കാര്യം പറയാനും പറഞ്ഞു പിടിപ്പിക്കാനും ഒക്കെ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. ആ ദൈവശക്തി എൻ്റെ മേലിൽ വന്നിട്ട് ഞാൻ ദൂരേക്ക് തെറിച്ചു വീണു. ഞാൻ തറയിൽ കിടന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പാസ്റ്റർ അവിടെ പിന്നെയും പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിനിൽ നിറഞ്ഞു. അവസാനം ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാൻ കഴിയാത്ത നിലയിൽ ഞാൻ ഒരു വിവശതയിലേക്ക് അങ്ങ് പോവുകയാണ്. വീണ്ടും 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 ഇതുണ്ടാകുകയാണ്. ഞാനൊരു ബൈക്കിലാണ് വന്നേ, ഒരു സഹോദരൻ്റെ കൂടെ വന്നേ. അദ്ദേഹത്തിൻ്റെ കൂടെ ബൈക്കിൻ്റെ പുറകെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന പക്ഷേ ഞാൻ ഇന്നേക്ക് 26 വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഈ പറയുന്നത്. 26 വർഷം മുമ്പ് നടന്ന കാര്യം. ഞാൻ ആ ബൈക്കിൻ്റെ പുറകിൽ ഇരുന്നിട്ട് ആ സഹോദരൻ്റെ തോളിൽ ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് ഈ മേല അത്ര മാത്രം അങ്ങ് ആ ഒരു രീതിയിലേക്ക് പോയി. ദൈവശക്തി എന്നിൽ വന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാനിരുന്ന് പൊട്ടിക്കരയാണ്. എൻ്റെ ഫാസ്റ്റിങ്ങിൻ്റെ 17-ാം ദിവസമാണ്. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു, കർത്താവേ, ഇങ്ങനെ വലിയൊരു അഭിഷേകത്തെ നീ എൻ്റെ മേൽ പകർന്നതിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇതെന്ത് ശക്തിയാണിത്? കാരണം പക്ഷേ ഇതിന് ഓരോ അളവുകളുണ്ട്. അതെ, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, കളിയാക്കേണ്ടവർക്ക് കളിയാക്കാം. പക്ഷെ ഇത് അനുഭവിക്കണം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം പാസ്റ്റർ. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. എൻ്റെ 17-ാമത്തെ വയസ്സ് എൻ്റെ വീട്ടിൽ പാസ്റ്റർമാരോ ബന്ദിക്കോസുകാരോ ഒന്നുമില്ല. ഞാനൊരു ബന്ദിക്കോസ് പാരമ്പര്യത്തിൽ ജനിച്ച ആളല്ല. എനിക്കിത് ആദ്യത്തെ അനുഭവമാണ്. ഞാൻ കർത്താവിനോട് കരഞ്ഞ് നന്ദി പറയാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചത് ഒരനുഭവമായി ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 18-ാമത്തെ ഫാസ്റ്റിങ്ങിൻ്റെ 18-ാമത്തെ ദിവസം ഞങ്ങളുടെ വീടിന് തൊട്ട് താഴെ വാടകയ്ക്ക് റെൻറ്റിന് ഒരു തമിഴ്നാട്ടിലുള്ള ഒരു കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു തമിഴരാണ്, മധുരക്കാരാണ്. അപ്പോൾ ആ വീട്ടിൽ സച്ചിൻ എന്ന് പറയുന്ന ഒരു മോനുണ്ട്. കൊച്ചുപേനാണ്, അവിടെ 4 വയസ്സ് കാണും. അപ്പോൾ രാമേശ്വരി എന്നാണ് ആ ചേച്ചിയുടെ പേര്, രാമേശ്വരി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ യൂത്തിൻ്റെ പ്രാർത്ഥനയും തമ്പയർ അടിച്ചുള്ള പ്രാർത്ഥനയും പാട്ടും എല്ലാം ചുറ്റുമുള്ളവർക്കെല്ലാം കേൾക്കാം. അപ്പോൾ ഈ കൊച്ചെന്തോ മണ്ണിലെങ്ങാണ്ട് കളിച്ചിട്ട് ആ കൊച്ചിൻ്റെ മുഖത്തും ശരീരത്തും എല്ലാം അങ്ങ് വീർത്തങ്ങ് റെഡ് ചുമന്ന കളറായി. ഇനി പൊന്തി, ഇങ്ങനെ മുഖമെല്ലാം കവളെല്ലാം ഇങ്ങനെ പൊന്തി, എന്തോ അലർജിക്കായി. അപ്പോൾ ഈ രാമേശ്വരി ചേച്ചി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയോട് ചോദിച്ചു, മോനുണ്ടോ, ഒന്ന് ജപിക്കണം, മോനുക്ക് വേണ്ടി ഒന്ന് ജപിക്കണം എന്ന് പറഞ്ഞു. അപ്പം അതുവരെ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ആ ഹീലിംഗ് മിനിസ്ട്രിയെക്കുറിച്ചുള്ള ആ ഒരു എന്താ പറയുന്ന പക്ഷേ വലിയ ബോധ്യങ്ങൾ എനിക്കില്ലായിരുന്നു. വിസിബിളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ സച്ചിൻ എന്ന് പറയുന്ന കൊച്ചിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പം ഞാൻ എൻ്റെ പ്രെയർ റൂമിലേക്ക് കയറാൻ പോവുകയാണ്. ഫാസ്റ്റിംഗ് ആണ്. അതിനു മുമ്പ് അവർ വരികയാണ് പ്രാർത്ഥിക്കാൻ. ഞാൻ ഈ കുഞ്ഞിൻ്റെ മേളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ, സച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ കണ്ണടച്ച് പിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, സച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, നീ അത്ഭുതത്തെ ചെയ്യണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യമാക്കണമേ. അപ്പോൾ ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരി, ആണ്ടവരേ, അപ്പാ, യേസപ്പാ എന്ന് പറഞ്ഞ് ഇവർ ബഹളമുണ്ടാകും. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു. ഇവർ ഈ രാമേശ്വരി എന്ന ചേച്ചി കണ്ണ് തുറന്ന് നിന്നിട്ട് അങ്ങ് കരയുകയാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇൻസ്റ്റൻ്റായിട്ട് കുട്ടി സൗഖ്യമായി. ആ കുഞ്ഞിൻ്റെ മേളിൽ ഹീലിംഗ് നടന്നു. ഞാനും ദൈവത്തിന് നന്ദി പറഞ്ഞ് കരയാൻ തുടങ്ങി. കാരണം എന്താണ് ദൈവം നമ്മുടെ മേൽ പകർന്നത് എന്ന് 24 മണിക്കൂറുകൾക്കകത്ത് തെളിയിക്കപ്പെട്ടു. അത് പ്രൂവ് ചെയ്യപ്പെടുകയാണ്. ദൈവം നമ്മുടെ മേളിൽ ഒരു അഭിഷേകത്തെ, ഒരു ഇമ്പാർട്ടേഷനെ പകരുന്നത് നമുക്ക് ആ മീറ്റിങ്ങിൽ വന്നിരുന്ന് കൈയും കൊട്ടി തറയിൽ വീണ് എഴുന്നേറ്റ് പോകാനല്ല, ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാണ്. ഒരു പർപ്പസ് അതിൻ്റെ പുറകിലുണ്ട്. നമ്മുടെ മേൽ പകരുന്ന ഓരോ ആത്മപകർച്ചയുടെയും പിറകിൽ ദൈവം വെച്ചിരിക്കുന്ന വലിയ പദ്ധതികളുണ്ട്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ദൈവം അത് ഒരാളുടെ മേൽ പകർന്നത് ഒരു വലിയ പ്ലാനോട് കൂടെയാണ്. ആമേൻ. വെറുതെ പകർന്നിരിക്കുകയല്ല. ആമേൻ. കൃത്യമായിട്ടും അത് പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു യാത്രയായിരുന്നു പാസ്റ്റർ. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 2000-ലാണ്, 1999
2000 ബാപ്റ്റിസം എടുത്തു. 1999 രക്ഷിക്കപ്പെടുന്നത്. കർത്താവിനുദാസൻ എബി അച്ഛൻ്റെ ശുശ്രൂഷയിലാണ് ഒരു വീട്ടിലെ പ്രാർത്ഥനയിൽ ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നത്. പക്ഷേ അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഈ പകർച്ചകളിലുള്ള ആ ഒരു പുരോഗതിയിൽ പാസ്റ്റർ റെയിൻഹാർഡ് ബോങ്കെ അവരുടെ അരികിൽ എത്തിച്ചേരുന്നു. അതൊരു വലിയ മെൻ്റൽ ട്രാൻസ്ഫർ ആയിട്ടാണ് ഞാൻ കാണുന്നത് പാസ്റ്റർ. കാരണം ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ള ഇവാഞ്ചലിസ്റ്റുകളിൽ ഏറ്റവും അഗ്രഗണ്യനാകുന്ന ഇവാഞ്ചലിസ്റ്റ് ആകുന്നു, ഉന്നതനാകുന്ന, ശ്രേഷ്ഠനാകുന്ന, ദൈവം അതിശക്തമായി ഉപയോഗിച്ച ഇവാഞ്ചലിസ്റ്റ് ആകുന്നു ഇവാഞ്ചലിസ്റ്റ് റെയിൻഹാർഡ് ബോങ്കെ. ആഫ്രിക്കയെ മുഴുവൻ ഇളക്കി മറിച്ച് ആത്മീക ഉണർവിന് വേണ്ടി കർത്താവ് ഉപകരണമായി ഉപയോഗിച്ചു. 77 മില്യൺ ആളുകളെയാണ് അദ്ദേഹം ക്രിസ്തുവിലേക്ക് നയിച്ചത്. കർത്താവ് കാണിച്ചു കൊടുത്തിരുന്നു ബ്ലഡ് വാഷ്ഡ് ആഫ്രിക്ക എന്നത് കർത്താവ് കാണിച്ചു കൊടുത്തു. അത് തന്നെ ആഫ്രിക്കയിൽ സംഭവിക്കുകയുണ്ടായി. ഈ അഭിഷക്തൻ്റെ ജീവിതത്തിനും ഒരു വലിയ ഇമ്പാർട്ടേഷൻ ഉണ്ടായ ഒരു വലിയ ചരിത്രമുണ്ട്. ഇംഗ്ലണ്ടിലെ വെയിൽസിലെ ബൈബിൾ കോളേജിലാണ് യൗവനക്കാരനാകുന്ന റെയിൻഹാർഡ് ബോങ്കെ പഠിച്ചത്. അദ്ദേഹം ജർമ്മനിയിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു. ജർമ്മൻ മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് മെച്ചമാക്കണമെന്ന് ഒരു ബോധ്യം ലഭിച്ചാണ് ഇംഗ്ലണ്ടിൽ വെയിൽസിൽ വന്ന് പഠിച്ചത്. വെയിൽസിൽ പഠിച്ചതിന് ശേഷം അത് പഠനമെല്ലാം പൂർത്തിയാക്കി തിരിച്ച് ജർമ്മനിയിലേക്ക് പോവുകയാണ്. ലണ്ടനിൽ വന്നിട്ട് വേണം ജർമ്മനിയിലേക്ക് പോകുവാൻ വേണ്ടി. അങ്ങനെ വെയിൽസിൽ നിന്ന് ലണ്ടനിൽ വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരമേ തുടർന്നുള്ള യാത്ര വൈകുന്നേരമാണ് ആരംഭിക്കുന്നത്. പകൽ സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് പാസ്റ്റർ റെയിൻഹാർഡ് ബോങ്കെ, ഇവാഞ്ചലിസ്റ്റ് റെയിൻഹാർഡ് ബോങ്കെ, യൗവനക്കാരനാണ്. ഇന്ന് ഇവാഞ്ചലിസ്റ്റും അല്ല, പാസ്റ്ററും ഒന്നും അല്ല, യൗവനക്കാരനാകുന്ന ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ റെയിൻഹാർഡ് ബോങ്കെ എന്ന ചെറുപ്പക്കാരന് ആ ലണ്ടനിലെ ആ തെരുവുകളിലൂടെയൊക്കെ നടന്ന്, അതിലെ ചെറിയ ചെറിയ റോഡുകളിലൂടെയൊക്കെ നടന്നിങ്ങനെ അവിടെയൊക്കെ ഒന്ന് കാണുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു വീടിൻ്റെ മുൻപിൽ എഴുതി വച്ചിരിക്കുന്നു ജോർജ് ജെഫ്രി, പാസ്റ്റർ ജോർജ് ജെഫ്രി. അന്നത്തെ സമയത്ത് ഇംഗ്ലണ്ടിനെ ഇളക്കി മറിച്ച്, ആഫ്രിക്കയെ ഇളക്കി മറിച്ച് ദൈവം ഉപയോഗിക്കുന്ന അഭിഷക്തനായിരുന്നു ജോർജ് ജെഫ്രി അവറുകൾ. റെയിൻഹാർഡ് ബോങ്കയ്ക്ക് മനസ്സിലായി, ജോർജ് ജെഫ്രി, ദൈവം ഉപയോഗിക്കുന്ന ജോർജ് ജെഫ്രി താമസിക്കുന്നത് ഇവിടെയാണോ? ഓടി ആ വീട്ടിലേക്ക് കയറി വാതിൽക്കൽ നോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, എന്താണ് വന്നത്? എനിക്ക് പാസ്റ്റർ ജോർജ് ജെഫ്രിയെ കാണണം. ഇല്ല, അദ്ദേഹം തീരെ വയ്യാതിരിക്കുകയാണ്, കാണാനൊക്കുകയില്ല എന്ന് പറഞ്ഞു. ഡോർ അടയ്ക്കുമ്പോൾ പിന്നിൽ നിന്ന് വളരെ ഘനമേറിയൊരു ശബ്ദം കേൾക്കുന്നു, ആ ചെറുപ്പക്കാരനെ അകത്തേക്ക് കൊണ്ടുവരിക, അവൻ വരുവാൻ അവനെ അനുവദിക്കുക. അങ്ങനെയാണ് റെയിൻഹാർഡ് ബോങ്കെ അകത്തിയെന്നു. ജോർജ് ജെഫ്രി അവറുകൾ, അദ്ദേഹത്തിന് തീരെ വയ്യ, നല്ല വാർദ്ധക്യത്തിലാണ്. എന്നാൽ റെയിൻഹാർഡ് ബോങ്കയുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. അതൊരു അതിശക്തമാകുന്ന പ്രാർത്ഥനയായിരുന്നു, ഒരു ഇമ്പാർട്ടേഷൻ ആയിരുന്നു. റെയിൻഹാർഡ് ബോങ്കെ വന്നു, വൈകുന്നേരത്ത് യാത്ര ചെയ്ത് തിരിച്ച് ജർമ്മനിയിലെത്തി വീട്ടിൽ തിരിച്ചു വരുമ്പോൾ പപ്പ പാസ്റ്ററായിരുന്നു. പപ്പ സ്വീകരിച്ചു, മോനെ ഞങ്ങൾ വളരെ ജെഫ്രിക്കുന്നു, നീ മടങ്ങി വന്നല്ലോ. എന്നാലൊരു ദുഃഖവാർത്ത കൂടിയുണ്ട്. അതെന്താണ് പപ്പ? നിനക്കറിയാമോ, ലോകപ്രസിദ്ധനാകുന്ന ദൈവം ഉപയോഗിച്ച ജോർജ് ജെഫ്രി അവറുകൾ നിത്യതയിൽ പ്രവേശിച്ചു. മണിക്കൂറുകൾക്ക് മുമ്പ് റെയിൻഹാർഡ് കണ്ടതേ ഉള്ളൂ. പ്രാർത്ഥിച്ചു, അവസാന പ്രാർത്ഥന. അതെ. അതിനുശേഷം അന്ന് രാത്രിയിൽ തന്നെ ജോർജ് ജെഫ്രി നിത്യതയിൽ പ്രവേശിച്ചു. ആ മാന്റിൽ പാസ്റ്റർ ടിനു ജോർജ് അവറുകളുടെ മേൽ വന്നു വീണ ആ സംഭവം ഒന്ന് ഞങ്ങളോട് വിശദീകരിക്കാം. പാസ്റ്ററെ, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ എന്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നോ, നമ്മൾ എന്തിനെ ആഗ്രഹിക്കുന്നോ, അത് മാത്രമേ നമ്മുടെ അടുത്ത് വരത്തുള്ളൂ. ആമേൻ. ഈ കൊട്ടാരക്കര ആശാരോപദേശി എന്ന് പറയുന്ന അനുഗ്രഹീതനായൊരു സുവിശേഷകനുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്നൊരു ദൈവമനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. അപ്പം മിക്ക ദിവസങ്ങളിലും കോളേജ് വിട്ടിട്ട് വൈകിട്ടൊരു സൈക്കിളൊക്കെ ചവിട്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ മക്കൾ രാജനും സ്പർജനും അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ്. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പോകും. അപ്പം ആശാരോപദേശിയുടെ വീട്ടിൽ, കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ വീട്ടിൽ ഇത് VCR ഉണ്ട് പക്ഷേ, ഈ കാസറ്റ് ഇടുന്ന VCR, ബെന്നി ഹിന്നിൻ്റെ, റെയിൻഹാർഡ് ബോങ്കയുടെ, ഇങ്ങനെയുള്ള ദൈവദാസന്മാരുടെയൊക്കെ, മൈക്കിൾ ഷാംബാക്ക്, ഇങ്ങനെയൊക്കെയുള്ളവരുടെയൊക്കെ കാസറ്റ് അവിടെ ഉണ്ട്. ഞങ്ങൾ വൈകിട്ട് പോയിരുന്ന് കുറച്ച് നേരം ആ ലൈബ്രറിയിലുള്ള ബുക്കൊക്കെ എടുത്ത് വെച്ച് വായിച്ച് ഈ വീഡിയോ ഒക്കെ അവിടെ ഇരുന്ന് കണ്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കുമായിരുന്നു.
അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായി ഇവാഞ്ചലിസം ബൈ ഫയർ എന്നുള്ള റെയ്നാർഡ് ബോങ്കയുടെ പുസ്തകവും കിട്ടുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായി റെയ്നാർഡ് ബോങ്കയൊക്കെ 10 ലക്ഷം പേരുടെ, 20 ലക്ഷം പേരുടെ, 3 ലക്ഷം പേരുടെ, 30,000 പേരുടെ ഒക്കെ എടുത്ത് ശുശ്രൂഷിക്കുകയും വീൽ ചെയറുകളെല്ലാം ഇങ്ങനെ എംറ്റി ആക്കുകയും ബെന്നിങ്ങിനൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ ആളുകൾ വീഴുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ചെറുപ്പക്കാരായ ഞങ്ങളന്ന് സിനിമ ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ പ്രാധാന്യത. അതിനു മുമ്പ് അങ്ങനെയായിരുന്നു. പിന്നെ മുഴുവൻ ആഗ്രഹവും ഇതിനകത്തായിരുന്നു. അത്ഭുതത്തോടെ കണ്ട് നമ്മളത് ചിന്തിക്കുന്ന പോലുമില്ല. പക്ഷേ എന്നാൽ കർത്താവേ, ഈ മനുഷ്യനെ പോലെ നീ ഞങ്ങളെ ഉപയോഗിക്കണമേ, ഈ ദൈവദാസനെ പോലെ ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങളെയും പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ആഗ്രഹം, ആ കാണിച്ച ബഹുമാനം, അതിൻ്റെ കൊതി, അത് ശരിക്കും ദൈവം മറന്നു കളയത്തില്ല. നമ്മുടെ ആത്മീക താല്പര്യങ്ങളെ ഒരിക്കലും ദൈവം നെഗ്ലക്റ്റ് ചെയ്യത്തില്ല. പാസ്റ്റർ, ഞാനൊരിക്കൽ സ്വപ്നം കണ്ടു പാസ്റ്റർ ബെന്നിഹിനെ. ഈ അന്നത്തെ കോളേജിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഒരു സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ് പാസ്റ്റർ ബെന്നിഹിന് ഞാനൊരു സ്കൈ ബ്ലൂ ഷർട്ടായിട്ടിരിക്കുന്നത്. ആ സ്വപ്നത്തിൽ ബെന്നിഹിൻ പാസ്റ്റർ ഒരു ബ്ലാക്ക് സ്യൂട്ടാണ്. ആ സ്വപ്നത്തിൽ എന്നെ കാണുന്നു, എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഈ കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം പോലും കാണാനൊക്കത്തില്ല. അതെ. അപ്പോൾ ആ സമയത്തല്ലേ, അപ്പോൾ നമ്മൾ പറയത്തില്ലേ, നമ്മളെന്തെങ്കിലും കണ്ടോ കേട്ടോ കിടന്നാൽ അത് നമുക്ക് സ്വപ്നം കാണുമെന്നൊക്കെ പറയുന്നതല്ലേ. ഞാൻ ആ സമയത്തൊക്കെ ഇത് കർത്താവിൻ്റെ ദാസൻ്റെ വീഡിയോ കാണുകയും പുസ്തകം ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നുള്ള ബുക്ക് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആക്ച്വലി ഞാൻ ആ സ്വപ്നം കണ്ട് രാവിലെ എഴുന്നേറ്റ് എനിക്കത് ബോഡി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പുള്ളി എന്നെ സ്റ്റേജിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും തൊടുന്നതും ഞാൻ ആത്മവിശ്വതയിൽ പോകുന്നതും ഒക്കെ കണ്ടു. എനിക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പക്ഷേ 2012 ഞാൻ ആദ്യമായി പാസ്റ്റർ ബെന്നിഹിനെ കാലിഫോർണിയയിൽ വെച്ച് കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ട്, അദ്ദേഹം പരിചയപ്പെട്ടിട്ടില്ല, പക്ഷേ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് എന്നെ ആദ്യം വിളിച്ചിറക്കി എന്നെ സ്റ്റേജിൽ കൊണ്ടുവന്ന് അഭിഷേകത്തിന് വേണ്ടി ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച്, അത് വലിയൊരു മൂവായിരുന്നു അത്. എൻ്റെ കൂടെ അന്ന് വെസ്ലി എന്ന് പറയുന്ന ഒരു സഹോദരനും സജി പാസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ എന്നിലേക്ക് കർത്താവ് അന്ന് പകർന്നു. പക്ഷേ ശരിക്കും ഭയങ്കര അനോയിൻറ്റിങ്ങോടുകൂടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ഭയങ്കര സന്തോഷം. ഒരു സംഭവം പാസ്റ്ററിനോട് പറഞ്ഞാൽ, ഞാൻ വീട്ടിൽ ചെന്നിട്ട്, സജി പാസ്റ്റർ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ ഇട്ടിരുന്നത് ഒരു സ്കൈ ബ്ലൂ ഷർട്ടാണ്. ഞാൻ അന്ന് കണ്ട ഡ്രീം, സ്വപ്നത്തിൽ കണ്ട അതേ കാര്യം അല്ലേ? അതെ. 2001 കണ്ട ഡ്രീം 2012 നടക്കുമ്പോൾ ഞാൻ ഓർത്തു ആ സ്വപ്നം. അന്ന് ഇതേ സ്കൈ ബ്ലൂ ഷർട്ടാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം ആരാന്ന്. അവിടുന്ന് അങ്ങോട്ടൊരു ജേണി തുടങ്ങുമായിരുന്നു പാസ്റ്റർ. പാസ്റ്റർ ബെന്നിഹിൻ്റെ മിനിസ്ട്രിയുമായിട്ടും അവരുടെ ടീമുമായിട്ടും ഒക്കെ വലിയൊരു അസോസിയേഷൻ കർത്താവ് തന്നു. ഒത്തിരി തവണ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും, റോമിൽ ഏറ്റവും വലിയ ഒരു കാര്യം, റോമിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ശുശ്രൂഷയിലൊരു ഭാഗമാകാനും ഒക്കെ കർത്താവ് ഒത്തിരി അവസരങ്ങൾ, പറയാനാണെങ്കിൽ ഒത്തിരി അവസരങ്ങൾ തന്നു. ഇപ്പോൾ അവരുടെ മിനിസ്ട്രിയുടെ ഒരു എന്താ പറയുന്ന ഒരു ഭാഗമാക്കി കർത്താവ് നിർത്തി. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ കാനഡ ചർച്ചിലും പാസ്റ്റർ ബെന്നിഹിൻ നമ്മുടെ ചർച്ചിൽ, ജീസസ് ഈസലെ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വന്നു. ഇനി ഓസ്ട്രേലിയ വരാൻ പോകുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയ നമ്മുടെ ചർച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു അടുത്ത ബന്ധം കർത്താവ് തന്നു. എൻ്റെ റീസൺ എന്നാന്ന് ചോദിച്ചാൽ, 1 ദൈവിക പദ്ധതി, 2 നമ്മുടെ അകത്തുള്ള ആഗ്രഹം, 3 ഞാൻ ആ മനുഷ്യൻ്റെ അഭിഷേകത്തെ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്ത ആളാണ്. റെയ്നാർഡ് ബോങ്കയുമായിട്ടുള്ള ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേര്, പാസ്റ്റർ ക്രിസ് വയാക്കിലോമേ, ബിൽ ജോൺസൺ, ടോമി ബെർണറ്റ് എന്ന് പറയുന്നത് ബിഷപ്പ് TD ജെയ്ക്സിൻ്റെ സ്പിരിച്വൽ ഫാദറാണ്. ബിഷപ്പ് TD ജെയ്ക്സിനെയും ജോയ്സ് മേയറിനെയും, ഇവരെ 2 പേരെയും ഓർഡൈൻ ചെയ്തത് ടോമി ബെർണറ്റാണ്. അരിസോണയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററാണ് ടോമി ബെർണറ്റ്. അപ്പോൾ ടോമി ബെർണറ്റ് AGയുടെ ഒരു കോൺഫറൻസിന് പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകവും കൊണ്ടാണ് വന്നത്. പുള്ളി എഴുതിയൊരു ബുക്ക്. പുള്ളി അന്ന് ആ AGയുടെ കോൺഫറൻസിന് അമേരിക്കയിൽ പ്രസംഗിക്കാൻ പോയി. ഞാൻ അവിടെ ഉണ്ട്. ആ കോൺഫറൻസിൻ്റെ ഒരു ശുശ്രൂഷകനാണ് ഞാനും, ഒരു ഭാഗമാണ് ഞാനും. ഈവനിങ് സർവീസാണ്, മെയിൻ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലൊരു മീറ്റിങ്ങിൽ ആഫ്രിക്കൻ വംശജനായ
ബിഷപ്പ് TD ജെയ്ക്സ് കടന്നു വന്നു. ബിഷപ്പ് TD ജെയ്ക്സ് അന്ന് സാധാരണ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തെ ഞാൻ മുന്നിലേക്ക് വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യു ആർ ദ മിറക്കിൾ ഇൻ ദിസ് ഹൗസ് ടുനൈറ്റ്. ഈ കൂടിവരവിൽ നീ ഒരു അത്ഭുതമായിരിക്കും, നീ ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം വലിയൊരു ശുശ്രൂഷയിൽ നിൽക്കുന്നു എന്നൊക്കെ കുറേ ജോയ്സ് മേയറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ അദ്ദേഹം എഴുന്നേൽപ്പിച്ചവരെ കുറിച്ചെല്ലാം പുള്ളി പറഞ്ഞു. എന്നിട്ട് അന്ന് പുള്ളി അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്കിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഞാനും AGയുടെ കോൺഫറൻസിന് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന മലയാളി പാസ്റ്റർമാർക്കെല്ലാം പരിചയമുണ്ട്. നമ്മളും ആ മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഇന്ന് ഞാനൊരു ഇരട്ടി പങ്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്, ആഗ്രഹമുള്ളവർ മുന്നിലേക്ക് ഓടി വരാൻ പറഞ്ഞു. സത്യം പറഞ്ഞ പാസ്റ്റർ, ഞാനാണ് ആദ്യം ഫ്രണ്ടിൽ പോയത്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ആളുകൾ എല്ലാവരും ഫ്രണ്ടിൽ, എല്ലാവരും അങ്ങ് അണിനിരന്നു ഒന്നിച്ചു. പെട്ടെന്ന് ഈ ദൈവമനുഷ്യൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, യു ആർ ദ മിറക്കിൾ ഇൻ ദിസ് ഹൗസ് ടുനൈറ്റ്. എന്നിട്ട് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മീറ്റിംഗ് കഴിഞ്ഞിട്ട്, അദ്ദേഹം എഴുതിയ ബുക്കിനകത്ത് അദ്ദേഹം ഒരു വാക്യം എഴുതി, ഇതെഴുതി പുള്ളിയുടെ സിഗ്നേച്ചർ ചെയ്ത് എനിക്ക് തന്നു. പക്ഷെ ഈ നിലയിൽ ഞാൻ പറയാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം പകർന്ന അഭിഷേകത്തിൻ്റെ പകർച്ചകൾ എന്ന് പറയുന്നത് ചെറിയൊരു നിലവിലല്ല. എനിക്ക് തോന്നുന്നു പാസ്റ്റർ ക്രിസ് എന്നെ ആദ്യമായിട്ട് ക്രൗഡിൻ്റെ നടുക്കുന്ന് വിളിച്ച് ഇമ്പാർട്ട് ചെയ്ത് എന്നോട് പ്രൊഫസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ വിനി പാസ്റ്റർ ഞാനവിടെ അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതൊരു വലിയ അത്ഭുതമായിരുന്നു. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ജിനു പാസ്റ്റർ അതിൻ്റെ ആരംഭ ദിവസമോ രണ്ടാം ദിവസമോ, നമ്മളൊരു 4 ദിവസത്തെ മീറ്റിങ്ങിനാണ് അവിടെ പോകുന്നത്. അതിൻ്റെ 2ാം ദിവസം ജിനു പാസ്റ്റർ പറയുകയാണ്, ഈ മീറ്റിങ്ങിൽ വെച്ച് പാസ്റ്റർ ക്രിസ് അവറുകൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഉള്ളിൽ ചിരിച്ചു. കാരണം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരു 60ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആ സ്ഥലത്ത് പാസ്റ്റർ ക്രിസ് അവറുകൾ ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് പാസ്റ്റർ ടിനു ജോർജ് അവറുകളെ എങ്ങനെ വിളിക്കും? അതിൻ്റെ സാധ്യത എന്താണ്? 0 സാധ്യത. അതിൻ്റെ സാധ്യത 0 അഭിഷക്തൻ, ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ വിശകലനം ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വിശകലനം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തന്നു. അഭിഷക്തനാകുന്ന പാസ്റ്റർ ടിനു ജോർജ് അവറുകൾ വാ തുറന്നു പറയുന്നു, അഭിഷക്തൻ പാസ്റ്റർ ക്രിസ് അവറുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വീണ വാക്ക് ചെന്ന് വീണത് ഒരു ദൂതൻ്റെ കയ്യിലാണ്. കൂടെ നിൽക്കുന്ന ദൂതൻ, ആ ദൂതൻ അത് എടുത്തുകൊണ്ട് ഓടുകയാണ്. ഇതെങ്ങനെ നടപ്പിലാക്കും? പിന്നെ നടന്നത് സൂപ്പർ നാച്ചുറൽ പ്രോജക്റ്റാണ്. മീറ്റിംഗ് തീരുക, മീറ്റിങ്ങിൻ്റെ സമാപന സമയമെത്തി. പാസ്റ്റർ ക്രിസ് അവറുകൾ വേദിയിൽ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അവസാനത്തെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് വേദിയിൽ നിന്ന് പോകുവാൻ തുടങ്ങുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ടിനു ജോർജ് പാസ്റ്റർ പറഞ്ഞ കാര്യമൊന്നും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വേദിയിൽ നിന്ന് പോകുവാൻ തുടങ്ങിയ മീറ്റിംഗ് അവിടെ തീരുകയാണ്, അത് അവസാനിക്കുക. നമ്മളെല്ലാവരും ബ്ലസ് ചെയ്ത് കോമൺ ആയിട്ട് പ്രാർത്ഥിച്ച് വേദിയിൽ നിന്ന് പോവുകയാണ്. ലാസ്റ്റ് തീർന്നു. ഇനി പാസ്റ്റർ ക്രിസ് അവറുകൾ അവിടേക്ക് വരില്ല. ആ സമയത്ത് പെട്ടെന്ന് പോകുവാൻ തുടങ്ങിയ പാസ്റ്റർ ക്രിസ് അവറുകൾ വീണ്ടും തിരികെ പോഡിയത്തിൻ്റെ അരികിലേക്ക് വന്ന് കണ്ണടച്ച് നിന്ന് ഇങ്ങനെ എന്തോ കർത്താവിൽ നിന്ന് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാകും. കേൾക്കുന്നത് സ്വീകരിച്ചതിന് ശേഷം കണ്ണു തുറന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വന്ന ആ ചെറുപ്പക്കാരനെവിടെ? പാസ്റ്റർ ടിനു ജോർജ് അവറുകളെ ശ്രദ്ധിക്കുകയാണ്, എവിടെയാണെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഇത് കേൾക്കുകയും ഒരു വെടിയുണ്ട പോലെയാണ് പാസ്റ്റർ ടിനു ജോർജ് അവറുകൾ ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് തെറിച്ച് മുൻപിലേക്ക് വരികയാണ്. മുൻപിലേക്ക് വരുമ്പോൾ, യെസ് പാസ്റ്റർ, താങ്കളെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സ്പർശിക്കുവാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന് തലയിലേക്ക് കൈവച്ച് പ്രൊഫസി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. അത്ഭുതകരമല്ലേ? ദൈവത്തിന് മഹത്വം. ആമേൻ. ദൈവത്തിന് മഹത്വം. കാരണം അതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് പാസ്റ്റർ. അവരൊക്കെ ക്യാരി ചെയ്യുന്ന വലിയൊരു ഹീലിങ്ങിൻ്റെ വലിയൊരു ഗ്രേസ് ഉണ്ടല്ലേ, വലിയൊരു അഭിഷേകമുണ്ട്, അസാധാരണമായ ഗ്രേസ്. ദൈവത്തിന് മഹത്വം. അത് പക്ഷേ അത് എൻ്റെ ശുശ്രൂഷയുടെ തുടക്ക സമയം മുതലേ കർത്താവ്
പല സന്ദർഭങ്ങളിലും തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണത്. ഡിക്ലറേഷൻ പല സന്ദർഭങ്ങളിലും, ഒട്ടുമുക്കാൽ സന്ദർഭങ്ങളിലും ഞാനതെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിഷിക്തന്മാരിലൂടെ പാസ്റ്റർ ഇവരെല്ലാം ക്യാരി ചെയ്യുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അനോയിൻറ്റിങ്. ഇപ്പോൾ ഹോളി സ്പിരിറ്റുമായി നല്ല ഇൻറ്റിമസി ഉള്ള ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ, ആൻഡ്രസ് ബിസോണി, പാസ്റ്റർ ബെനഹിൻ, ഇങ്ങനെയൊക്കെയുള്ള കർത്തൃദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനോടും കർത്താവിനോടും ഒക്കെ ഭയങ്കര ഒരു സ്നേഹം, ഒരു അടുപ്പം നമുക്ക് ഫീൽ ചെയ്യും. ഈ റെയ്നാഡ് ബോങ്കയെ മീറ്റ് ചെയ്യുന്നത് ഒരു ഭയങ്കര ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി. എൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുറച്ച് ദിവസം ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടു. കുറച്ച് ദിവസം ഒന്ന് ഫാസ്റ്റിംഗ് ഇരിക്കാൻ കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഒന്ന് മാറിയിരുന്ന് ഫാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പം നമുക്ക് നാട്ടിലെ സഭകളും നോർത്ത് ഇന്ത്യയിലും ഇങ്ങനെ പലയിടത്തും പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. മിഡിൽ ഈസ്റ്റിലും പാസ്റ്റർ ടിജിയുടെ നേതൃത്വത്തിലൊക്കെ ഒത്തിരി ചർച്ചകളൊക്കെ ആയിട്ട് തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി ഇവിടെ നിന്നാൽ ഈ ഫാസ്റ്റിംഗ് അത്ര ഗൗരവത്തിൽ പോകത്തില്ല. അപ്പോൾ എനിക്ക് US ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിന് ഒരാഴ്ച മുമ്പ് അവിടെ പോയാൽ നമുക്ക് അവിടുത്തെ ടൈം സോണുമായിട്ടും സെറ്റാകാം, നമുക്ക് ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം, മറ്റ് വലിയ തിരക്കുകളും ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മുടെ പാസ്റ്റർ ഷാജി കെ ഡാനിയൽ എന്ന കർത്തദാസനുണ്ട് ഡാലസിൽ. അദ്ദേഹത്തിൻ്റെ പിതാവ് ചെറിയാൻ പാസ്റ്റർ, അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു 7 days താമസിച്ചുകൊണ്ട് അവിടെ ഫാസ്റ്റിംഗ് ഇരുന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ കർത്താവിൻ്റെ ദാസൻ പോൾ ദിനകരനെ മീറ്റ് ചെയ്തായിരുന്നു. അവിടെ ജീസസ് കോൾസിൻ്റെ ഇതുണ്ട്, പ്രേയർ ടവറുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ പോൾ ദിനകരനും എന്നോട് പറഞ്ഞു, ഒരു മാൻഡിൽ, ഒരു ഹെവി മാൻഡിൽ നിന്നെ വെയിറ്റ് ചെയ്യുന്നു. നിൻ്റെ യൗവനപ്രായം മുതൽ നിൻ്റെ ജീവിതത്തിൽ ഈ സമയം വരെയും നിൻ്റെ മേളിൽ പകർന്നിട്ടില്ലാത്തതൊന്ന് ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു എന്ന് പോൾ ദിനകരൻ ബ്രദർ എന്നോട് പ്രൊഫസ് ചെയ്തു, പ്രാർത്ഥിച്ചു പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ വിശ്വസിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹ്യൂസ്റ്റണിലുള്ള ടിജു എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ, പ്രിയ സഹോദരൻ, ഞാൻ ആ സഹോദരനെ വിളിച്ചു. അപ്പം അമേരിക്കയിൽ ഈ PCNAC എന്ന് പറയുന്ന ഒരു മലയാളി കോൺഫറൻസ് ഉണ്ട്. അതിനകത്ത് ഇവാഞ്ചലിസ്റ്റ് റെയ്നാഡ് ബോങ്കെ വരേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിയുടെ ഹെൽത്ത് കണ്ടീഷൻ നിമിത്തം പുള്ളിക്ക് വരാൻ പറ്റിയില്ല. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത് അവരാണ്. അപ്പം ഞാൻ ആ സഹോദരനെ വിളിക്കുന്ന സമയത്ത് ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഇതിനൊരു കാരണമുണ്ട് പാസ്റ്റേ. ജിജോ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട് ഫിലദൽഫിയയിൽ. ജിജോ ബ്രദർ എന്നോട് പറഞ്ഞു, ടിനു പാസ്റ്ററെ, ഒത്തിരി പേരെ കാണാനും പ്രാർത്ഥിക്കാനും അവരിൽ നിന്ന് ഇമ്പാർട്ടേഷൻ സ്വീകരിക്കാനും ഒക്കെ കർത്താവ് കൃപ ചെയ്തല്ലോ. റെയ്നാഡ് ബോങ്കയെ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, കണ്ടായിരുന്നോ? അന്ന് PCNAC വല്ല വന്നപ്പം. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കിതുവരെ പുള്ളിയെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ, അദ്ദേഹത്തെ അല്ലേ കാണേണ്ടത്, ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ അഭിഷിക്തനാണ് അദ്ദേഹം എന്ന് ആ കർത്താവിൻ്റെ ദാസൻ ജിജോ ബ്രദർ എന്നോട് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലപ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് കൂടെ പാസ്റ്ററെ വലിയൊരു ആഗ്രഹം തോന്നി. ഞാൻ ടിജു ബ്രദറിനെ വിളിച്ചു. ടിജു ബ്രദർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ബോങ്കെ ഹെൽത്ത് വൈസ് ഇച്ചിരി വീക്കാണ്. 2, ഇപ്പോഴത്തെ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ടീമുമായിട്ട് അത്ര അദ്ദേഹത്തെ വരാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം, ഒരു അറ്റ്മോസ്ഫിയർ അല്ല. ഞാൻ ടിജുബോനോട് പറഞ്ഞു, ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് വിളിച്ച് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു. ഇതിനെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയമുള്ള മനുഷ്യനാണ് അദ്ദേഹം. അഭിഷേകത്തെയൊക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ആ സഹോദരൻ ആൻഡ്രൂ കോൾബി എന്ന് പറയുന്ന റെയ്നാഡ് ബോങ്കയുടെ പ്രയർ സെക്രട്ടറിക്ക് മെസ്സേജ് ഇട്ടു, ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒരു ഇവാഞ്ചലിസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു പാസ്റ്റർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇവാഞ്ചലിസ്റ്റ് റെയ്നാഡ് ബോങ്കെ എന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. സത്യം പറഞ്ഞാൽ ടിജു ബ്രദർ എന്നോട് പറഞ്ഞു, അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയതല്ല. അപ്പം ആൻഡ്രൂ കോൾബി തിരിച്ച് മറുപടി കൊടുത്തു, റെയ്നാഡിനോട് സംസാരിച്ചിട്ട് ഇത് പറയാമെന്ന് പറഞ്ഞു. ആൻഡ്രൂ കോൾബി റെയ്നാഡ് ബോങ്കയോട് ഈ കാര്യം പങ്കുവച്ചപ്പോൾ റെയ്നാഡ് ബോങ്കെ പ്രാർത്ഥിച്ചിട്ട് ആൻഡ്രൂ കോൾബിയോട് പറഞ്ഞു, എനിക്ക് അവരെ കാണണം, എനിക്ക് അവരെ കാണണം, അവരോട് വരാൻ പറയൂ, എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ, ഞാൻ ആ സമയത്ത് ടെക്സസിലാണ്, അവിടുന്ന് ഞങ്ങൾ
ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ റെയ്നാർഡ് ബോംഗെ തന്നെ അവരുടെ ആൻഡ്രൂ കോൾബി ത്രൂ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് ഞങ്ങളെ അവിടെ ഇൻവൈറ്റ് ചെയ്തു. ഞങ്ങളവിടെ ചെന്നു. ഉച്ചയ്ക്കൊരു 12 മണി അടുപ്പിച്ച്, 11:30 മണി കഴിഞ്ഞ് 12 മണി അടുപ്പിച്ച് ഇവാഞ്ചലിസ്റ്റ് റെയ്നാർഡ് ബോംഗെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങളെ കാണാൻ അവിടെ എത്തി. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരിക്കുകയാണ്. എല്ലാവരും പരസ്പരം എന്നെ പരിചയപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ടിനു ജോർജ് ഫ്രം ഇന്ത്യ. സഡൻലി പുള്ളി ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു മീഡിയയോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഈ ഒരു പ്രോഗ്രാമിൽ വേണേൽ കാണിക്കാം. Tanuju, the Lord will make you a sign and a wonder. He will make you a sign and a wonder. Amen. To India. Amen. And the rest of the world. Amen. There will be no limit. Yes. There will be no limit because God has no maximum. He has no maximum. Yes, Lord. He has no maximum. And I thank you, Lord. I thank you for your mighty hand upon Tanuju. Yes, Lord. Thank you for his family. Yes, Lord. Thank you for his workers. Thank you for his team. Yes, Lord. Thank you for the fellowship with those he fellowships. Yes, Lord. Thank you that you brought him here. Yes, And I had the honor to come to know him. yes, Lord Jesus. Oh, Jesus, let him bear fruit Yes, Lord. on any side of the border, any side of the wall. yes. പ്രൊഫസ് ചെയ്യാൻ തുടങ്ങാണ്. ടിനു ജോർജ്, ദ ലോർഡ് വിൽ മേക്ക് യു എ സൈൻ ആൻഡ് എ വണ്ടർ ഇൻ ഇന്ത്യ, ഇൻ ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ദർ വിൽ ബി നോ ലിമിറ്റ്. പക്ഷേ ഇത് ആ സമയത്ത് ഇദ്ദേഹം പ്രൊഫസ് ചെയ്യാൻ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ വീഡിയോ ഓൺ ചെയ്തു ഫോണിനകത്ത്. എൻ്റെ കൈ ഇരുന്ന് വിറയ്ക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഫോൺ അപ്പുറത്ത് ഹാൻഡ് ഓവർ ചെയ്തു. അദ്ദേഹം എന്നെ നോക്കി പ്രൊഫസ് ചെയ്യാൻ തുടങ്ങിയ ഉടൻ തന്നെ എൻ്റെ മേലേക്ക് ഒരു ഭയങ്കര ദൈവശക്തി കടന്നു വരാൻ. അതിനുശേഷം മുട്ടുകുത്താൻ ആവശ്യപ്പെട്ടു. മുട്ടുകുത്തി അദ്ദേഹം 2 കൈയും എടുത്ത് തലയിൽ വെച്ച് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു. ഭയങ്കര അതെങ്ങനെയാണ്, ഹൗ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ് പാസ്റ്റർ? ഓരോരുത്തരും ക്യാരി ചെയ്യുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ആൻഡ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് അനോയിൻറ്റിങ് പാസ്റ്റർ. ഈ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി 7 കോടിയിലധികം ആളുകളെ ദൈവത്തിലേക്ക് നയിച്ച മനുഷ്യൻ. അതിലെല്ലാം ഉപരിയായിട്ട് ഈ ആഫ്രിക്ക പോലത്തെ രാജ്യത്തിലൊക്കെ ഒത്തിരി നന്മയുണ്ട്, തിന്മയുണ്ട് പാസ്റ്റർ. ഒത്തിരി നല്ല സ്പിരിറ്റുമുണ്ട്, റോങ് സ്പിരിറ്റും മൂവ് ചെയ്യുന്നുണ്ട്. നമുക്കതറിയാം, പലതിലും അറിയാം. പക്ഷെ ദൈവം എന്നെ ഇന്ന് വരെ കണക്ട് ചെയ്തതെല്ലാം റിയൽ പേഴ്സൺസുമായിട്ട് മാത്രമാണ്. ദൈവത്തിൻ്റെ കൃപയാണ്. അതിനെ വിവേചിക്കാനും ഇപ്പോൾ ചില ആഫ്രിക്കയിലുള്ള ആളുകളൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആഫ്രിക്കക്കാരൻ കൈവച്ച് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് അതിലെന്താണ് തെറ്റ്? ദൈവത്തെ ഇപ്പം ഇവരെ പ്രൊവോക്ക് ചെയ്ത് അവരുടെ നിറമാണോ അതോ അവരുടെ രാജ്യമാണോ? അവർക്ക് വളരെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ നന്മയുണ്ട്, തിന്മയുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ മറ്റൊന്നും നോക്കുന്ന ആളല്ല. ഞാൻ അവർ ക്യാരി ചെയ്യുന്ന അനോയിൻറ്റിങ്ങും അവരെ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങളുമാണ് നോക്കുന്നത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, നിന്റെ ഹിതപ്രകാരം ഉള്ളത് മാത്രമേ നീ എൻ്റെ മേലിലേക്ക് അയക്കാം. നിന്റെ ആ റൈറ്റ് സ്പിരിറ്റിനെ മാത്രമേ നീ പകരാവൂ. എനിക്ക് റോങ് സ്പിരിറ്റ് വേണ്ട. ബിക്കോസ് അത് വരില്ല ഭാഷയിൽ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. റോങ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ വന്ന് മാറിപ്പോയത് എനിക്കറിയാം. പ്രാർത്ഥിക്കാൻ പോലും ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം നമ്മളെല്ലാം ദൈവിക പദ്ധതിയിൽ നിൽക്കുന്നവരാണ്, ദൈവിക പ്ലാനിൽ നിൽക്കുന്നവർ. റെയ്നാർഡ് ബോംഗെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ദൈവശക്തിയാൽ ആ ഹെവി പവറിനാൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അന്യഭാഷയിൽ ശബ്ദമുയർത്തി പറഞ്ഞ് നിലത്ത് വീണു. പിന്നെയും എഴുന്നേറ്റു. സാധാരണ നിലയിൽ അവിടെ കൊണ്ട് ആ പ്രാർത്ഥന നിർത്തേണ്ടതാണ്. വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ ഈ 2 കരവും എടുത്ത് തലയിൽ വെച്ചിട്ട് പിന്നെയും
പുള്ളി പ്രാർത്ഥിക്കുകയാണ്. ഫൈനലി പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് ഈ ദാനിയേലൊക്കെ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ബലം ക്ഷയിക്കുക എന്ന് പറയുന്നൊരു കാര്യം, നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിൽ പകരുന്നല്ലേ പൗലോസ് പറഞ്ഞു. അതെ, ആ ഡൈനിങ് ടേബിളിൽ അവിടുത്തെ ആ ടേബിളിൽ ഇങ്ങനെ പിടിച്ച് എനിക്ക് ബോഡിക്ക് ബലം കിട്ടുന്നില്ല. അതുപോലെ നിന്ന് പൊട്ടിക്കരഞ്ഞ് അന്യഭാഷ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഭയങ്കര കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഈ ദൈവമനുഷ്യൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാർഡ്, പേഴ്സണൽ നമ്പറുള്ള ഒരു കാർഡ് എടുത്തു തന്നിട്ട് പറഞ്ഞു, പ്ലീസ് കണക്ട് വിത്ത് മീ, യു ആർ ദ ചോസൺ വെസൽ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. എനിക്ക് സംസാരിക്കാൻ വയ്യ, എങ്കിലും ഞാൻ പുള്ളിയോട് പറഞ്ഞു, മാൻ ഓഫ് ഗോഡ്, വെൻ യു ആർ കമ്മിങ് ഇൻ ഇന്ത്യ അഗെയിൻ, പ്ലീസ് കം ആൻഡ് ബ്ലെസ് അവർ നേഷൻ. ആ ദൈവമനുഷ്യൻ എന്നോട്, എൻ്റെ കൂടെ വേറെ സഹോദരന്മാരുണ്ട്, ജിജോ ബ്രദർ, നോബിൾ പാസ്റ്റർ, ടിജു ബ്രദർ, ഫാമിലി, ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ആ ദൈവമനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ ടിനു, ഐ ആം നോട്ട് ഏബിൾ ടു കം ഇൻ ഇന്ത്യ ബിക്കോസ് ഓഫ് മൈ ഹെൽത്ത് കണ്ടീഷൻ. ആഫ്രിക്ക കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ഏറ്റവും വലിയ പാഷൻ, എൻ്റെ ഏറ്റവും വലിയ തേഴ്സ്റ്റ് ഇന്ത്യ എന്ന രാജ്യത്തോടായിരുന്നു. ആഫ്രിക്കയിലെ 70 മില്യണിലധികം ജനത്തെ എനിക്ക് കർത്താവിലേക്ക് തിരിക്കാൻ ദൈവം കൃപ ചെയ്തു. എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത ലക്ഷ്യം, എൻ്റെ അടുത്ത ടാർഗറ്റ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയോട് പ്രസംഗിക്കണം എന്നുള്ളതായിരുന്നു. ഞാൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ ആഫ്രിക്ക പോലെ എനിക്ക് അവിടെ കടന്നു വന്ന് ഈ സത്യസുവിശേഷം അറിയിക്കണം എന്നുള്ളതായിരുന്നു. എനിക്കതിന് കഴിയാൻ എൻ്റെ ആരോഗ്യ നിമിത്തവും എൻ്റെ പ്രായ നിമിത്തവും കഴിയുന്നില്ല. ഒരു ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് വന്നിരിക്കുന്നു, അവൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ആൻഡ്രൂ കോൾബി എന്നോട് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, പോകുക, അവനെ വിളിക്കുക, അവനെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുക, ആ രാജ്യത്തിന് വേണ്ടി അവനെ നീ സ്പർശിക്കുക എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആ ദൈവമനുഷ്യനോട് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. ഫൈനലി അദ്ദേഹം ആ കാറിൽ കയറുമ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞു, വാട്ട് ഐ ആം നൗ യു ആർ, വാട്ട് ഐ ആം നൗ യു ആർ. ഞാൻ അവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കി പാസ്റ്ററെ, ഇതെല്ലാം ദൈവം നമ്മുടെ മേൽ പകർന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു വ്യക്തിയുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ല. എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് മറ്റാർക്കൊക്കെയോ വേണ്ടിയിട്ടാണ്. അതെ, നമ്മളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്, ഇന്ന് എന്നെ കാണുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോട്, ശുശ്രൂഷകരോട്, പാസ്റ്റേഴ്സിനോട്, എൻ്റെ കൂട്ടുവേലക്കാരോട്, സഹോദരങ്ങളോട് താഴ്മയോടെ പറയട്ടെ, നിങ്ങളെല്ലാവരെയും, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത് ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്, മറ്റാർക്കൊക്കെയോ വേണ്ടിയിട്ടാണ്. മോശ എന്ന് പറയുന്നത്, മോശയെ ദൈവം അഭിഷേകം ചെയ്തത് ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന്. ഗിദെയോനെ ദൈവം അഭിഷേകം ചെയ്തത് മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിക്കാൻ. നമ്മളൊക്കെ മറ്റാരുടെയൊക്കെയോ ചോദ്യങ്ങളുടെ ഉത്തരമാണ്. എന്നാൽ പാസ്റ്റർ ഇങ്ങനെ ഇപ്പം റീസെൻ്റ്ലി പാസ്റ്റർ കെന്നത്ത് കോപ്ലാൻഡ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പാസ്റ്റർ കെന്നത്ത് കോപ്ലാൻഡ് അവരുകളെ കണ്ടുമുട്ടി പാസ്റ്റർ കെന്നത്ത് കോപ്ലാൻഡിൽ നിന്നൊരു ഇമ്പാർട്ടേഷൻ സ്വീകരിക്കുവാൻ പാസ്റ്റർ ടിനു ജോർജ് അവർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് അതൊരു ചരിത്ര സംഭവമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന ഈ ആത്മീക ചലനങ്ങൾക്ക് ദൈവം ഉപയോഗിച്ച അതിശക്തനാകുന്ന ദൈവദാസനാണ് പാസ്റ്റർ കെന്നത്ത് ഹെഗിൻ. കെന്നത്ത് ഹെഗിൻ, ഫാദർ ഓഫ് ദ വേർഡ് ഓഫ് ഫെയ്ത്ത് മൂവ്മെൻറ്റ്. ദൈവം ഉപയോഗിച്ച ആ ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ എഴുന്നേറ്റ് വന്ന ഒരഭിഷക്തനാണ് പാസ്റ്റർ കെന്നത്ത് കോപ്ലാൻഡ്. മാത്രമല്ല, ലോകപ്രസിദ്ധനാകുന്ന, ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവം ഉപയോഗിച്ച ഹീലിംഗ് ഇവാഞ്ചലിസ്റ്റ് ആകുന്ന പാസ്റ്റർ ഓറൽ റോബർട്ട്സിൻ്റെ പൈലറ്റായിരുന്നു പാസ്റ്റർ കെന്നത്ത് കോപ്ലാൻഡ്. പാസ്റ്റർ കെന്നത്ത് കോപ്ലാൻഡ് ദീർഘവർഷക്കാലം പാസ്റ്റർ ഓറൽ റോബർട്ട്സിനെ വിമാനത്തിൽ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയായിരുന്നു. ആ ദൈവദാസൻ തൻ്റെ 88ാമത്തെ വയസ്സിൽ ഇന്നും ആരോഗ്യമുള്ള വ്യക്തിയായി, പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് അതിശക്തമായി ഇന്നും ശുശ്രൂഷിക്കുന്ന ആ അഭിഷക്തനെ കണ്ടുമുട്ടിയ സംഭവം ഒരു ചരിത്ര സംഭവമാണ്. അന്ന് പാസ്റ്റർ കെന്നത്ത് കോപ്ലാൻഡ് അവറുകൾ പാസ്റ്റർ ടിനു ജോർജ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഞാനത് എഴുതിയെടുത്തു. അത് റെക്കോർഡ് ചെയ്തിരുന്നു, വീഡിയോ കിട്ടിയപ്പോൾ ഞാനത് എഴുതിയെടുത്തു.
പാസ്റ്റർ കെനത്ത് കോപ്ലാൻഡ് അവர்கள் ടിനു ജോർജ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ഐ താങ്ക് യു ലോർഡ് ഫോർ ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, ഫോർ ദ അബൻഡൻസ് ഓഫ് ഓയിൽ. വി പ്രൈസ് യു ആൻഡ് താങ്ക് യു that the honor and fame of the Lord God Almighty fall on this man of God. That the honor and fame of the Lord God Almighty fall on this man of God. Anywhere, everywhere. He is in India and we praise you and honor you, Lord Jesus. അതിനുശേഷം പാസ്റ്റർ കെനത്ത് കോപ്ലാൻഡ് അവർ ഇങ്ങനെ പറഞ്ഞു, ടിനു ജോർജ് പാസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞു, ലുക്ക് അറ്റ് മീ ആസ് എ സ്റ്റേറ്റ്സ്മാൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം ഘനമേറിയ പ്രവാചക ശബ്ദങ്ങളാണ്. ആസ് എ സ്റ്റേറ്റ്സ്മാൻ, ആസ് യു ഡിക്ലെയർ തിങ്സ്, God will see to it that it comes to pass. God will see to it that it comes to pass. As you declare things. ഞാൻ പറഞ്ഞില്ലേ, ക്രിസ് പാസ്റ്ററോട് വെച്ച് പറയുകയാണ്, പാസ്റ്റർ ക്രിസ് അവറുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് ഇവിടെ ഈ പറയുന്നത്. God will see to it that it comes to pass. Always remember, it is the Lord you are carrying. It is the Lord you are carrying. Amen. You are a carrier of the Spirit of the living God. This is the same Spirit that made this universe. And it is going to explode as it did in the beginning. പാസ്റ്റർ ഇതെല്ലാം എഴുതി വെച്ചല്ലേ? ഇത്രയും കാര്യങ്ങളാണ് പാസ്റ്റർ കെനത്ത് കോപ്ലാൻഡ് അവர்கள் ടിനു ജോർജ് പാസ്റ്ററോട് പറഞ്ഞത്. ഞാൻ എഴുതി ഷൂട്ടിംഗ് കഴിയുമ്പോൾ എനിക്കൊന്ന് അയച്ചു തരണത്. പാസ്റ്ററിന്റെ ഈ ഒരു തേഴ്സ്റ്റിനെ ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുക കേട്ടോ പാസ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കെനത്ത് കോപ്ലാൻഡിന്റെ അവിടെ ഇത് തന്നെയാണ് സംഭവിച്ചത്. എൻ്റെ കൂടെ എൻ്റെ ആത്മീയ പുത്രൻ, അതിന്റെ വീഡിയോ ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. We thank you, Lord, for the oil of gladness, for the abundance of all. Yes, Lord Jesus. We praise you and thank you. Yes, Lord Jesus. Yes, Lord Jesus. That the honor and the things Yes, of the Lord yes, yes, yes. fall on this man of God. Jesus. Anywhere he is in India. And we praise you. We honor Yes, you. Lord We Jesus. thank you, Lord. Amen. Receive it, Lord. In the name of Jesus. Receive it. In the name of Jesus. Amen. Amen. I receive it, Lord. To look up to you as a statesman. Amen. And as you declare things about the state, Amen. God will see to it that it comes. I receive it. Always remember, it's the one you carry. Amen. You're a carrier. Amen. The Spirit of the living God. Yeah. Amen. This is the same Spirit that slung this universe into existence. In the beginning, Elohim. Amen. Amen. Hallelujah. Hallelujah. Thank you, Jesus. പാസ്റ്റർ ഡാനി എൻ്റെ കൂടെയുണ്ട്. പാസ്റ്റർ ഡാനി, ഞാൻ പറഞ്ഞില്ല പാസ്റ്റർ, ഞാൻ ഇവരുടെ ആരുടെയും മറ്റ് കാര്യങ്ങൾ, ഇവർ ക്യാരി ചെയ്യുന്ന അഭിഷേകം, ഇവരിൽ ദൈവത്തിൻ്റെ കൃപ, ഞാൻ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ഒരു മനുഷ്യനെ വിധിക്കുന്നതും അവനെ നിർത്തുന്നതും വീഴുന്നതും അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലെ കാര്യമാണ്. നമുക്കതൊന്നും പറയാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ കെന്നത്ത് കോപ്ലാൻഡിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫെയ്ത്താണ്, അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്, അദ്ദേഹത്തിൻ്റെ മേളിൽ ഓറൽ റോബർട്ട്സിൽ നിന്നും കെന്നത്ത് ഹാഗിനിൽ നിന്നും വന്ന ഇമ്പാർട്ടേഷനാണ്. അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഫാദറാണ് പാസ്റ്റർ ഓറൽ റോബർട്ട്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവായിരുന്നു ഓറൽ റോബർട്ട്സ്. അപ്പോൾ ഈ ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കാൻ ഉള്ളതിന് ഒരു കാരണമുണ്ട് പാസ്റ്ററെ. ഞാനും പാസ്റ്റർ ഡാനിയും കൂടെ ഞങ്ങൾ ഈ ബെന്നിഹിന്നിൻ്റെ ടീമിനകത്ത്, അവരുടെ മിനിസ്ട്രി ടീമിനകത്ത് ഞങ്ങളെയും ഉൾപ്പെടുത്തിയിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആ മീറ്റിങ്ങിൻ്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കാൻ കർത്താവ് അവസരം തന്നു. അപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ഉണ്ട് ഈ കെന്നത്ത് ഹാഗൻ പാസ്റ്ററിന്. ഒന്ന് പ്രായം കൊണ്ടും അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന പദവിയുണ്ട്. കാരണം അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനനായ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ക്യാമ്പയിനിങ്ങിലും പ്രാർത്ഥിക്കാനും പ്രസിഡൻറ്റുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ്, US പ്രസിഡൻറ്റുമായിട്ട്.
ഞാൻ പാസ്റ്റർ ഡാനിയോട് അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ പാസ്റ്റർ കെന്നത്ത് കോപ്ലൻഡ് എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഡിക്ലറേഷൻ നടത്തി. അവിടെ അപ്പോൾ പാസ്റ്റർ ഡാനി എൻ്റെ കൈ പിടിച്ച് ആമീൻ പാസ്റ്ററെ, ആമീൻ, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയും. കാരണം ഇവർ കൊച്ചുനാൾ മുതലേ പാസ്റ്റർ ഡാനിയൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ ഈ മിനിസ്ട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അവർക്കറിയാം, ഇന്ന് വരെ അവർ കണ്ടിട്ടുള്ള കാര്യമാണ്. 28 വർഷം മക്കളില്ലാത്തവരെ നോക്കിയിട്ട് കർത്താവ് അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കഴിവല്ല, ദൈവം അത് ചെയ്യാറുണ്ട്. സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് ചെയ്യാറ്. അത് ദൈവമാണ് ചെയ്യുന്നത്, മനുഷ്യനല്ല. എന്നാൽ ഏലിയാവ് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് ഇദ്ദേഹം എന്നെ കണ്ട് പ്രാർത്ഥിക്കും, എന്നോട് പ്രൊഫസ് ചെയ്യും, ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷേ ഒരു കാരണവശാലും ഇത് സാധ്യമാകാനുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ല. കാരണം ഞാൻ പുള്ളിയുടെ ചർച്ചിലല്ല പോയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കൺവെൻഷൻ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയൊരു കൺവെൻഷനാണ്. ആ ഒരു അറീന നിറച്ച് ഒരു 10,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിംഗാണ്. എല്ലാ സ്ഥലത്തുമുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റൂല. പക്ഷേ ആ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ആത്മതലത്തിൽ ഈ വാക്ക് റിലീസ് ചെയ്തു. പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞ് ആഫ്റ്റർ ദ സർവീസ് എല്ലാവരും ഇറങ്ങിപ്പോകുന്ന വഴിയുണ്ട്, ഒരു എക്സിറ്റ് ഉണ്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു ആ വഴിയെ പോകാൻ പറഞ്ഞു. ആ മെയിൻ എക്സിറ്റിലൂടെ അല്ല, ഈ വഴി. അപ്പോൾ ആ വഴി പോകണമെങ്കിൽ VIP പാസ് വേണം. അത് മറ്റേ ഇവരുടെ ടീമിൻ്റെ ഭാഗമായിട്ട് ഇരുന്നുകൊണ്ട് ആ VIP പാസ് കർത്താവ് തന്ന അത് കയ്യിലുണ്ട്. അല്ലാത്തവരെ അങ്ങോട്ട് വിടത്തില്ല. ഇതുവഴി പോയി ഞാൻ അങ്ങോട്ട് ഇറങ്ങി അതുവഴി ചെല്ലുന്നതും ഈ ദൈവമനുഷ്യൻ എനിക്ക് നേരെ ഇങ്ങനെ നടന്നു വരികയാണ്. പുള്ളിയുടെ മക്കൾ 2 പേരുണ്ട്, കൂട്ട് സഹോദരങ്ങളുണ്ട്. നടന്നു വന്ന് നേരെ ഒന്ന് കൈ തരികയാണ്. കൈ തന്ന് എന്നെ നോക്കി യു ആർ ഫ്രം എന്നോട് ചോദിച്ചു. ഇന്ത്യ എന്നാന്ന് പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി. പുള്ളി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 കൈയും വെച്ച് അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ഒരു അഭിഷേകം ക്യാരി ചെയ്യുന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പം ശരിക്കും പറഞ്ഞാൽ ഡാനി പാസ്റ്ററിനും എനിക്കും വേണ്ടി പുള്ളി പ്രാർത്ഥിച്ചു. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ദൈവശക്തി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനോടെല്ലാം ഇന്ന് എന്നെ കാണുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഒരു ദൈവമനുഷ്യനോടോ ഒരു ശുശ്രൂഷയോടോ അസൂയ തോന്നിയാൽ ഒരിക്കലും ഈ അഭിഷേകവും ഈ നന്മയും നിങ്ങളിലേക്ക് വരത്തില്ല. വെറുപ്പോ വിരോധമോ തോന്നിയാൽ അത് നിങ്ങളിലേക്ക് പകരപ്പെടുത്തില്ല. നിങ്ങൾ ബഹുമാനിക്കുകയാണെങ്കിൽ, സ്നേഹിക്കുകയാണെങ്കിൽ, നിങ്ങളതിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളത് ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇത് വാഞ്ചിക്കുകയാണെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതിനെല്ലാം കാരണഭൂതനാകുന്നത് ദൈവമാണ്. സർവശക്തനാകുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവാണ്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്, വ്യക്തികളല്ല. അപ്പോൾ ആ ഹൃദയത്തെ ശോധന ചെയ്യുന്ന കർത്താവിന് മുമ്പിൽ ആ ഇൻറ്റഗ്രിറ്റിയോടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പകർച്ച നമ്മിലേക്കും കടന്നു വരാനിടയാകും. അസാധാരണമായ ഒരു ആത്മപകർച്ച ദൈവം നമ്മുടെ മേലിടാനിടയാകും. അതുകൊണ്ട് ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ, ഈ ഒരു ശുശ്രൂഷയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ പ്രൈഡ്, നമ്മുടെ ഈഗോ, നമ്മുടെ ജലസി, നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതൊരു പിശാച് ഉപയോഗിക്കുന്ന. പക്ഷേ അതിനെക്കുറിച്ച് നമുക്കൊരു എപ്പിസോഡ് ചെയ്യണം. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു ദൈവദാസൻ സ്റ്റേജിലോട്ട് കയറി വന്ന് നിൽക്കുന്ന ഉടനെ അങ്ങ് വിധിക്കുന്നു, അങ്ങ് മിസ്അണ്ടർസ്റ്റാൻഡ്, അകത്തിങ്ങനെ തെറ്റായ ധാരണകൾ കൊണ്ടുവച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം പൊട്ടി ആ വ്യക്തി ഒന്ന് ബ്ലസ് ചെയ്ത്, ഞാൻ ഓരോ മീറ്റിങ്ങിലും ഓരോ അഭിഷിക്തന്മാരെ കാണുമ്പോഴും കർത്താവെ, ഞാൻ ഈ ദൈവമനുഷ്യനെ അനുഗ്രഹിച്ചു. കർത്താവെ, ഈ കർത്താവിൻ്റെ ദാസനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഐ താങ്ക് യു ലോർഡ് ജീസസ് ഫോർ ഇറ്റ്. വാട്ട് എ മൈറ്റി മാൻ ഓഫ് ഗോഡ് ഈസ്. നീ ഈ മനുഷ്യനെ അഭിഷേകം ചെയ്തതിനായി സ്തോത്രം. നീ കർത്താവെ, നീ ഈ മനുഷ്യൻ്റെ മകളിൽ പകർന്നിരിക്കുന്ന ഗ്രേസിനെ, ഗിഫ്റ്റിനെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന കർത്താവ്, ഞാനതിനെ ആഘോഷിക്കുന്ന കർത്താവ്, ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയില്ല ഭാഷ, ഒരു ബന്ധം അവരുമായിട്ട് അങ്ങുണ്ടാവും. നമ്മളിതിനെ അസൂയയോടെ നോക്കി, വിമർശനത്തോടെ നോക്കി, തെറ്റിദ്ധാരണയോടെ നോക്കിയിരുന്നാൽ ഇതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അടുത്തു വരണം. അപ്പോഴാണ് നമുക്കിത് അനുഭവിക്കുവാൻ കഴിയുന്നത്. ബന്ധത്തിലൂടെ, ആ റൈറ്റ് അസോസിയേഷനിലൂടെ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഇമ്പാർട്ടേഷൻ ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഉറപ്പായിട്ടും ജ്ഞാനിയോട് കൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകും. അങ്ങ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും ഈ സത്യം നമ്മൾ കാണുന്നു. ലേഖനങ്ങളിലുടനീളം നമ്മൾ കാണുന്നു, പ്രവചന പുസ്തകങ്ങളിലുടനീളം കാണുന്നു, രാജാക്കന്മാരുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കാണുന്നു. നമുക്കൊന്നിച്ച്
നമ്മളെ കാണുന്നവർക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പാസ്റ്ററെ, ഒരു യങ് ജനറേഷൻ കർത്താവിന് വേണ്ടി എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു തലമുറ. ഞാൻ ആഗ്രഹിക്കുന്നു മക്കളെ, നിങ്ങളിതിനെ ആഗ്രഹിക്കുന്നവരായിരിക്കണം, നിങ്ങളിത് കൊതിക്കുന്നവരായിരിക്കണം. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പാസ്റ്ററെ പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ ഭയങ്കരമായിട്ട് കയറി വരണമെന്ന്. അപ്പോൾ അപ്പോസ്റ്റോലിക് കോളിങ്ങിനകത്ത് 5 ഓഫീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഓഫീസാണ് പ്രൊഫറ്റിക്. പക്ഷേ എൻ്റെ ആ എൻ്റെ ആഗ്രഹം നിമിത്തം ഞാൻ ചിന്തിക്കുന്നു, ജനവും അത് എൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും അത് കുറച്ചൊക്കെ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ ആ മുറിക്ക് കുറച്ചുകൂടെ സ്പേസ് കർത്താവ് കുറച്ചുകൂടെ വിശാലമാക്കി. നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മൾ കൊതിച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ, യേശു അതാ യോഹന്നാൻ 7:37 പറയുന്നത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഉണ്ടാകും. ഒരു സെൽഫ് ഇൻഡക്ഷനും ഇല്ലാതെ, ഒരു സംഘടനയ്ക്കും വേണ്ടിയല്ല, ഒരു പാരമ്പര്യത്തിനും വേണ്ടിയല്ല, ഒരു പ്രൈഡിനും വേണ്ടിയല്ല. കർത്താവെ, നിൻ്റെ നാമത്തിന് വേണ്ടി, നിൻ്റെ രാജ്യത്തിന് വേണ്ടി, ആത്മാക്കളെ നേടുവാൻ വേണ്ടി, തകർന്നവരെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി, തീയിൽ കിടക്കുന്നവരെ, വെള്ളത്തിൽ പോയവരെ പൊക്കിയെടുക്കാൻ വേണ്ടി, അവരെ സേവ് ചെയ്യാൻ വേണ്ടി, അനേകരെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിൻ്റെ അഭിഷേകത്തെ എൻ്റെ മേൽ പകരണം. കർത്താവ്, എന്നെ ഉപയോഗിക്കണമേ, എന്നെയും ഈ ഉണർവിൻ്റെ വലിയ ഭാഗമാക്കി തീർക്കണമേ എന്ന് നമുക്കൊന്ന് ആത്മാർത്ഥമായി പാസ്റ്ററെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്നുവല്ലോ, മഹനീയമാകുന്ന അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവേ, ഞങ്ങൾ ശുശ്രൂഷിച്ച ഈ വചനങ്ങളിലൂടെ പുറപ്പെടുന്ന ഒരു പകർച്ച ഈ ജനത്തിൻ്റെ മേൽ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരത്ഭുതകരമാകുന്ന പകർച്ച കർത്താവേ, ഏലീശയുടെ മേൽ ഏലിയാവിൽ നിന്ന് പുതപ്പ് വീണതുപോലെ കർത്താവാകുന്ന യേശുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാരുടെ മേൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പകരപ്പെട്ടതുപോലെ തിമോത്തിയോസിൻ്റെ മേൽ പൗലോസിൻ്റെ മേൽ ഉണ്ടായിരുന്ന ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച കൈവപ്പിലൂടെ പകരപ്പെട്ടതുപോലെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഒരു സ്പർശനം സംഭവിക്കട്ടെ. അതിശയകരമാകുന്ന ഒരു സ്പർശനം സംഭവിക്കട്ടെ. ഒരു പകർച്ച ഇപ്പോൾ സംഭവിക്കട്ടെ. ഒരു പുതപ്പ് വന്നിപ്പോൾ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ തലമുറയിലെ പ്രവാചകന്മാരായി, ഈ തലമുറയിലെ അപ്പോസ്തലന്മാരായി, ഈ തലമുറയിലെ ഇവാഞ്ചലിസ്റ്റുകളായി, ഈ തലമുറയിലെ പാസ്റ്റേഴ്സായി, ഈ തലമുറയിലെ ടീച്ചേഴ്സായി ഈ പ്രിയപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല ഉണർവിന് വേണ്ടി ഒരു സൈന്യത്തെ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഒരു പകർച്ച ഇപ്പോൾ സംഭവിക്കട്ടെ. ഇവർ വിശ്വസ്തരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇവർ ഫെയ്ത്ത്ഫുൾ ആയിരിക്കട്ടെ. ദൈവം പകർന്ന അഭിഷേകത്തോടും കർത്താവ് വിളിച്ച വിളിയോടും ശുശ്രൂഷകളോടും വിശ്വസ്തരായിരിക്കട്ടെ. അവർ പരിശുദ്ധാത്മാവിനോട് റെസ്പോണ്ട് ചെയ്യുന്നവരാകട്ടെ. അവർ ദൈവാത്മാവിനോട് ഫെലോഷിപ്പ് ഉള്ളവരാകട്ടെ. അവർ പരിശുദ്ധാത്മാവിനോടുകൂടെ നടക്കുന്നവരാകട്ടെ. അവർ ആത്മാവിനോടുകൂടെ സഹകരിക്കുന്നവരാകട്ടെ. ആ വാഞ്ച, ആ കൊതി, ആഗ്രഹം, ആ റൈറ്റ് കണക്ഷൻ ആൻഡ് റൈറ്റ് അസോസിയേഷൻ അഭിഷേകത്തെ വർദ്ധിപ്പിക്കട്ടെ. അനോയിന്റിങ്ങിനെ, ഗ്രേസിനെ വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു റോങ് ടീച്ചിങ്ങിലും അവർ പെട്ടുപോകാതെ, ഒരു ബന്ധനത്തിലും അവർ അകപ്പെട്ടു പോകാതെ, പരിശുദ്ധാത്മാവേ യഥാർത്ഥമായിട്ടുള്ള ഹോളി സ്പിരിറ്റ് ഇന്റിമസിയിൽ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആ ദൈവിക അധികാരത്തിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് ഈ സമയം തന്നെ കർത്താവേ ഒരു പകർച്ച അയക്കണമേ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ഒരു ജനറേഷൻ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ജനറേഷനെ യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. താങ്ക്സ് ഫോർ കമ്മിങ് ടുഡേ. റിയലി നമുക്ക് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ പോലും മറന്നുപോയ കാര്യങ്ങൾ പലതും പാസ്റ്ററിലൂടെ റിമൈൻഡ് ചെയ്യപ്പെടാനും ഒക്കെ ഇടയായല്ലോ. Thank you so much, Pastor. All glory to God. Glory to God. Thank you so much. Amen. Thanks for watching Spiritual Talk with Pastor Tinu George.